ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഒരു പുതിയ ഡ്രാമയാണ്. എംപയേഴ്സ് ഇൻ ദ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ഡ്രാമയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് നമ്മുടെ ഹീറോ ഒരു ഹെലികോപ്റ്ററിൽ വരെയാണ്. എവിടെയാണ് വരുന്നതെന്ന് നോക്കിയാൽ ഒരു ബോഡി ഗാർഡായിട്ട് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. ആ സമയത്ത് ഒരു കോൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്ത് എത്താറായി, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. നമ്മുടെ ഹീറോ എവിടെയാണ് ലാൻഡ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്ഥലം. അവിടെയാണെങ്കിൽ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഏരിയ ആണ്. അപ്പോഴാണ് ഞാൻ അകം കാണിക്കുന്നത്. അവിടുത്തെ നമ്മുടെ ഒരു ഡോൺ ആണെങ്കിലും അവിടെയുള്ള എല്ലാ പണിക്കാരടുത്തും പറയാണ്, നിങ്ങൾ പരസ്പരം അടികൂടി, നിങ്ങളിൽ ആരാണ് അവസാനം ജയിക്കുന്നത് അവർക്കാണ് ഈ പെണ്ണിനെ സമ്മാനമായിട്ട് തരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് വെൻഷി. അങ്ങനെ അവിടെ ഫൈറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒരാളാണെങ്കിൽ എല്ലാവരെയും അടിച്ചിട്ടിട്ട് ജയിച്ചു എന്നുള്ള രീതിക്ക് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടെയുള്ള പണിക്കാരാണെങ്കിൽ വേറൊരാളെ, ബോസ് ഇവിടെ നോക്കിക്കേ, ഇയാൾ നമ്മളുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു പുറത്തുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയാണ് വരുന്നത്. അവൻ്റെ തലയിലാണെങ്കിൽ ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു കറുത്ത തുണിയെടുത്ത് മാറ്റുന്നത്. നമ്മുടെ ഹീറോയെ കാണാൻ എന്ത് സുന്ദരനല്ലേ. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഹീറോ തന്നെ അവനെ തോൽപ്പിച്ച് ജയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡോൺ ആണെങ്കിലും, നീയാൾ കൊള്ളാമല്ലോ, നീ ജയിച്ചല്ലോ, കൊള്ളാം, നീ എൻ്റെ കൂടെ കൂടുന്നോ, എൻ്റെ ടീമിൽ ഞാൻ നിന്നെ ചേർക്കാമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ രണ്ടാമത്തെ കാര്യം, ആദ്യം എൻ്റെ സമ്മാനം എങ്ങത്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു ടെൻഷനിൽ അവനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു 3 മണിക്കൂർ മുന്നേ നടന്ന ഒരു സംഭവം കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് എന്നെ രക്ഷിക്കണം, എന്നെ കുറേ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും അവളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോഴാണെങ്കിലോ ആ പെൺകുട്ടി നമ്മുടെ ഹീറോയിനെ പിടിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊടുത്താൽ മതിയല്ലോ, അതിന് നമ്മുടെ ഹീറോയിൻ അവൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ അവരുടെ കയ്യിൽ ചെന്നപ്പെടുന്നത്. ഹീറോയ്ക്ക് മടിച്ചാണെങ്കിലും അവളെ കൈ കൊടുക്കുന്നുണ്ട്. കൈ കൊടുത്ത് നമ്മുടെ ഹീറോ അവളെ തൂക്കിയെടുത്തുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ബെഡിലോട്ടിടും. അപ്പോൾ അവളാണെങ്കിലും എന്നെ വിടെന്ന് പറയുമ്പോൾ അവൾ പറയും, നീ ഇപ്പം എന്നോട് കോപ്പറേറ്റ് ചെയ്താൽ നിനക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇവിടെ രക്ഷപ്പെടാന്ന്. അങ്ങനെയുള്ള സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അവളുടെ കാലൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കും. അപ്പോഴാണെങ്കിൽ അവൾക്ക് ഭയങ്കര സംശയമായിട്ട് നോക്കുമ്പോൾ അവനാണെങ്കിൽ നീ അങ്ങോട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് നിർത്തുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന്. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഇതെല്ലാം അഭിനയിച്ച് തന്നെ പറ്റുമെന്ന്. എന്നിട്ട് അവളെ ആണെങ്കിൽ അവൻ ബെഡിലോട്ട് തൂക്കിക്കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് അവളെ ആണെങ്കിൽ അവൻ കെട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെ ചുമ്മാ നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ഗ്ലാസ്സിന് നിഴൽ വരെ അവർക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ ഒരു വേറെ സംശയിക്കേണ്ട ഒന്നുമില്ല, അവർ ഓക്കെയാണ് എന്നുള്ള ഇതിൽ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിലും മാറിപ്പോവും, അവരൊക്കെ പോയി എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി, സോറി, നിൻ്റെ സഹോദരിയാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയും. ഞാനൊരു ബോഡി ഗാർഡാണ്. അപ്പോൾ അവളും പറയും, ശരി അതൊക്കെ ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എങ്ങനെ രക്ഷപ്പെടണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നീ എൻ്റെ കൂടെ തന്നെ ഇരുന്നേ പറ്റുള്ളൂ. എന്നിട്ടാണെങ്കിൽ അവനും അവളെയായിട്ട് കൂട്ടി പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം അവിടെ നിൽക്കുന്ന ആ ഗുണ്ടയുടെ ആൾക്കാരൊക്കെ ആണെങ്കിലും, നിന്നോട് ഒന്ന് ബോസിന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ വാന്ന് പറയും. അവനോടൊന്നും പറയാൻ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഉള്ളവരടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ വിടുവോ, അവരാണെങ്കിലും കുറേ ആൾക്കാർ എക്സ്ട്രാ വന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബേസ്മെൻറ്റിലോട്ട് നമ്മുടെ ഹീറോയിനെയും കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അവിടേക്കും ഈ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാങ് വരുന്നു. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പേടിച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിടിക്കപ്പെട്ടില്ലേ എന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ എന്നെ വിശ്വസിക്കും, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ അവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇവൻ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ആ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ താഴോട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാരെയും കൊണ്ട്.
അങ്ങനെ ഹീറോയിൻ്റെ അടുത്തേക്ക് അവരെല്ലാവരും എത്തുമായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലും അവരുടെ മുമ്പിൽ ചാടി വീണ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഗ്യാങ്സ്റ്റർ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയെ കറക്റ്റായിട്ട് പിടിക്കും. അപ്പം നമ്മുടെ ഹീറോയുടെ അടുത്ത് ഗ്യാങ്സ്റ്റർ പറയും, എടാ എനിക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിക്കേ, പക്ഷെ ഇവരൊന്നും നിന്നെ പോലെയല്ല. നീ എൻ്റെ ടീമിൽ ചേർന്ന ഒരു 6 മാസം എൻ്റെ കൂടെ നിന്നാൽ മതി. അതിനുശേഷം നിനക്ക് പോകാം. പോകുമ്പോൾ നിനക്ക് ഈ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവളെയും കൂടെ കൊണ്ടുപോകാന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും വേറെ നിവൃത്തിയില്ലാണ്ട് ശരി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും റൂമിലെത്തുന്നുണ്ട്. റൂമിലെത്തിയത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ബെഡിലേക്ക് ചാടി കിടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീ എന്തിനാ ബെഡിൽ കിടന്നതെന്ന് ചോദിക്കും. അപ്പൊ ഹീറോ പറയും, എന്താ നിനക്ക് എൻ്റെ അടുത്ത് കിടന്നുറങ്ങണോ? അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല ഞാനപ്പം താഴെ കിടക്കണമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെയുള്ള സോഫയിലോട്ട് പോയി കിടക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേൾക്കും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ സുഖമായിട്ട് ഉറങ്ങുന്നതായിരിക്കും കാണുന്നത്. ഓ ഇവൻ എന്ത് സുന്ദരനാ എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവനാണെങ്കിൽ അവളെ പിടിച്ചൊരു കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഒരു കാരണക്കുറ്റിക്ക് അടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഹീറോയിൻ കണ്ട സ്വപ്നമാണ്. പക്ഷെ അവൾ കൊടുത്ത അടി എന്ന് പറയുന്നത് ഒറിജിനൽ ആണെന്ന്. രാവിലെ തന്നെ അടികൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നിനക്ക് ഇതൊക്കെ ചെയ്യുന്നതിനുള്ള നന്ദി ഇങ്ങനെയാണോ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അത് പിന്നെ ഞാനൊരു അഴുക്ക സ്വപ്നം കണ്ടു അതുകൊണ്ടാണെന്ന് പറയും. എന്നിട്ട് പറയും, നിന്റെ വേറെ എക്സ്ട്രാ ഷർട്ട് ഉണ്ടോ? എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അവളെ ഇങ്ങനെ അവൻ്റെ അടുത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എന്തായി കാണിക്കുന്നേ? അവനും പറയുന്നുണ്ട്, നൈറ്റ് അല്ല നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർ വിശ്വസിക്കണ്ടേ, എന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലിട്ടൊരു നുള്ള കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ അതിലൊരു പാട് വരുമല്ലോ. അപ്പൊ നമ്മളുടെ ഹീറോയിൻ പറയും, ഓ നിന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അവളുടെ ശരീരത്തൊക്കെ നുള്ളുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളാണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു കടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അവര് വിശ്വസിക്കണമല്ലോ അല്ലേ നമ്മൾ ഇന്നലെ രാത്രി ഒന്നായിട്ട് ഇരുന്നു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോ അവിടേക്ക് നമ്മുടെ ഗ്യാങ്സ്റ്റർ വരുന്നുണ്ട്. അവനാണെങ്കിൽ അകത്ത് വന്നിട്ട്, ഓ നിങ്ങൾ ഇന്നലെ സന്തോഷമായിട്ടാണ് ഇരുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ശരി അതൊക്കെ പോട്ടെ, ഇന്ന് ഒരു പ്രോഫിറ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒരു ക്ലയന്റ് വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ വാ എന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിൻ്റെ അടുത്ത്, നീ പുറത്തൊന്നും പോവല്ലേ, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഗ്യാങ്സ്റ്റർ എല്ലാം കൂടെ ആ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ പോകുമ്പം ക്ലയന്റിനെ കണ്ട് നമ്മുടെ ഗ്യാങ്സ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ, റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ ആ ഒരു ക്ലയന്റ് ആണെങ്കിലും അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട്. അവ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ ആ ഡ്രസ്സെല്ലാം എന്ത് ചെയ്താ ഉണക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അവളെ കണ്ടതും ഈ ഒരു ക്ലയന്റിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉടനെ തന്നെ നമ്മളെ ക്ലയന്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്യാങ്സ്റ്ററിനെ കോൾ ചെയ്തിട്ട്, എനിക്കിവിടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഗാങ്സ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എടുത്തോളാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ട് വരുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണത്തില്ല. അപ്പോഴാണ് നമ്മളുടെ ഹീറോ ആ ഒരു കാര്യം ഓർക്കുന്നത്, ഗ്യാങ്സ്റ്റർ ഏതൊരു പെൺകുട്ടിയെ കൊടുക്കാൻ പറഞ്ഞ കാര്യം. ഹീറോയിനെ പറ്റിയിട്ട് നമ്മുടെ ഗ്യാങ്സ്റ്ററിന്റെ അടുത്ത് ഹീറോ വന്ന് ചോദിക്കുമ്പോഴാണ് ഗ്യാങ്സ്റ്ററിന് തന്നെ മനസ്സിലാവുന്നത് ഹീറോയിനെയാണ് അവൻ കൊണ്ടുപോയെന്ന്. നമ്മുടെ ഹീറോ ചുമ്മാ ഇരിക്കുവോ, അവനും എൻ്റെ കാർ എടുത്ത് സ്പീഡായിട്ട് ആ കാറിനെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ കാർ എത്ര സ്പീഡിൽ പോയാലും നമ്മളെ ഹീറോയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോ അവനെ തോക്ക് കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ കാറിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ക്ലയന്റ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനാണെങ്കിലും നമ്മളെ ഹീറോയുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തെന്നാലും ഇവളെ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിക്ക് വണ്ടി ഓടിച്ച് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് തന്നെ തോന്നും, ഓ ഇവ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അവരങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്യാങ്സ്റ്റർ തന്നെ വന്ന് നമ്മുടെ ഹീറോയുടെ കാറിന് മുന്നേ വട്ടം പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ അവൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ട് അവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അടുത്ത് മാപ്പ് പറയാൻ പറയുന്നുണ്ട് ക്ലയന്റിനോട്. നമ്മുടെ ഹീറോ ആണെങ്കിലും സാരമില്ല എന്നുള്ള രീതിക്ക് മാപ്പും പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ആ സമയം നമ്മുടെ ഗാങ്സ്റ്റർ പറയും, ശരി അതൊക്കെ പോട്ടെ, നമുക്കാണെങ്കിൽ നമ്മളുടെ ബിസിനസ് സംസാരിക്കാം, നിങ്ങൾക്ക് ഏത് പെൺകുട്ടി വേണമെങ്കിലും ഞാൻ തരാം, നമുക്ക് ബിസിനസ് സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് 50-50 നമുക്ക് എടുക്കാമോ എന്ന് ക്ലയന്റിനോട് ഗാങ്സ്റ്റർ ചോദിക്കുമ്പോൾ പറയും, പറ്റത്തില്ല, എനിക്ക് 70 വേണം, നീ 30 എടുത്തോളാൻ പറയും. ഇത്രയും നേരം നമ്മുടെ ഗാങ്സ്റ്റർ ആണെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ അടുത്ത് ഒരു
പാവം പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയം നമ്മുടെ ഗ്യാങ്സ്റ്റർ അവനായിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കത്തി എടുത്ത് അവന് കുത്തുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഗ്യാങ്സ്റ്ററിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പയ്യന്റെ അടുത്ത് അവനെ കൊല്ലാൻ പറയും. പക്ഷെ നമ്മുടെ പയ്യനാണെങ്കിൽ അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേടിയാന്ന് പറയും. അപ്പം നമ്മുടെ ഗ്യാങ്സ്റ്റർ ആ പയ്യനെ ഒരു ദയയും കാണിക്കാതെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അടുത്തോട്ട് പറഞ്ഞിട്ട് നീ അവനെ കൊല്ലാൻ പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരു മടിയും കാണിക്കാതെ ഫ്രണ്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അവൻ്റെ കയ്യിൽ പിടിക്കും. അവൻ മരിക്കാൻ വേണ്ടി മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് പാപം നീ ചെയ്യരുതെന്ന്. പക്ഷെ നമ്മുടെ ഹീറോയാണെങ്കിൽ അതൊന്നും സാരമില്ല, നീ സമാധാനം ഇട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ കൈ വിട്ടിട്ട് അവനാണെങ്കിൽ ആ കത്തി വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കഴുത്തിൽ പോയിട്ട് അങ്ങനെ ഒരു കുത്തു കുത്തുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. അയാളാണെങ്കിലും മരിച്ചതുപോലെ വീഴുന്നുമുണ്ട്. നമ്മുടെ ഗ്യാങ്സ്റ്റർ എല്ലാം ഹാപ്പി ആവും. ശരി ശരി എല്ലാവരും പൊക്കോ, നാളെ കാണാം, നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോകും. ഹീറോയിൻ ആണെങ്കിലും ഭയങ്കര ദേഷ്യം നമ്മളെ ഹീറോയിനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഒന്ന് സമാധാനപ്പെടുന്ന പറഞ്ഞ് അവൾ ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് എൻ്റെ കയ്യിലോട്ട് നോക്കുമെന്ന് പറയും. അപ്പോഴാണ് കാണുന്നത് അവൻ്റെ കൈ മുറിഞ്ഞ് ഒരുപാട് ചോര വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോ അവനെ കൊന്നിട്ടില്ല എന്ന്. ഇവൻ കൊല്ലുന്നതായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ അവൻ്റെ കൈ തന്നെയാണ് മുറിച്ചതെന്ന്. ഞാൻ വിചാരിച്ച അത്ര നീ മോശപ്പെട്ട ആളല്ല. അതിനുശേഷം രണ്ടുപേരും റൂമിലോട്ട് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോ പറയും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് വരെ ഇങ്ങനെയൊക്കെ നമ്മൾ അഭിനയിച്ചേ പറ്റൂ, അല്ലാണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമല്ല എന്ന്. എന്നിട്ട് പറയും ശരി നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും നിന്റെ കൈ മുറിഞ്ഞിട്ട് ഞാൻ മരുന്നൊന്നും വെച്ചിരുന്നില്ല, നീ ഇവിടെ ഇരിക്കും, ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്റെ സഹതാപം ഒന്നും വേണ്ട. അത് കണ്ട് നമുക്ക് ദേഷ്യവും വരത്തില്ലേ. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു നീ ഒരു രാജാവെന്നാണോ നിന്റെ വിചാരം, ഞാൻ എന്ത് ചെയ്താലും അതൊന്നും നിനക്ക് വേണ്ടെന്നുള്ളത്, എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഓ നീ എങ്ങനെയൊന്നും പെരുമാറേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ രക്ഷിക്കുന്നത് എനിക്ക് കാശ് കിട്ടുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്നൊന്നും നീ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് വിഷമമൊക്കെ ആവുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന നമ്മുടെ ഗ്യാങ്സ്റ്ററിനെയാണ്. ഗ്യാങ്സ്റ്ററാണെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. നീ ഹീറോ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഈ ഹീറോ എന്താ അവന്റെ സ്വഭാവം എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല, ഭയങ്കര വിചിത്രമായിട്ടാണല്ലോ അവൻ പെരുമാറുന്നത് എന്ന് നമ്മുടെ ഗ്യാങ്സ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവന്റെ മകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് അവൾ പറയും. ശരി എന്തായാലും ഞാൻ നാളെ അവനൊരു ടെസ്റ്റ് വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നിടത്ത് ഹീറോ ആണെങ്കിൽ ആ ഗ്യാങ്സ്റ്ററിന്റെ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അതിലെല്ലാം നമ്മുടെ ഹീറോ ആണ് ജയിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇനി നീ മാത്രം എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, വാ നീയും വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിലും ഇങ്ങനെ അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യും പോലെ വന്നിട്ട് അവൻ്റെ ദേഹത്തങ്ങ് ചാടി കയറുന്നുണ്ട്. ഓ നിന്നോടൊക്കെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര റൊമാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അവിടേക്ക് നമ്മുടെ ഗാങ്സ്റ്ററും അവൻ്റെ മോളുമായിട്ട് വരുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഇതാണ് എൻ്റെ മകൾ, ഇവളുടെ ബോഡി ഗാർഡായിട്ട് നീ തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം, അപ്പോൾ നീ എന്താ ബോഡി ഗാർഡ് ആവുകയല്ലേ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ ബോഡി ഗാർഡ് ആവുന്നതിനൊന്നും എതിർപ്പില്ല, പക്ഷേ ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ കൂടെ നമ്മുടെ ഹീറോയിൻ എപ്പോഴും ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ആ ഗാങ്സ്റ്ററിൻ്റെ മോളാണെങ്കിലും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവരൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അവളാണെങ്കിൽ കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും. ആക്ച്വലി നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ മോളാണെങ്കിൽ നമ്മുടെ ഹീറോയെ വളയ്ക്കാൻ നോക്കുന്ന കണക്കാണ് പെരുമാറുന്നത്. ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതെനിക്ക് ചൂസ് ചെയ്ത് തരാമോ, ഇതെനിക്ക് കൊള്ളാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിലും അവൾക്ക് 2-3 ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് ഇതൊന്ന് ഇട്ടിട്ട് വരാൻ പറഞ്ഞയക്കുന്നുണ്ട്. നമ്മളുടെ ഗ്യാസിൻ്റെ മോളാണെങ്കിലും ഡ്രസ്സ് മാറാൻ പോകും. ആ സമയം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ഒരു സെയിൽസ് ബോയ് വന്നിട്ട് ഈ ഡ്രസ്സ് നിങ്ങൾ മാറ്റി നോക്കിക്കുക, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചൂസ് ചെയ്യുമെന്ന് തോന്നും. അപ്പോൾ അവളാണെങ്കിലും ഞാനോ എന്നുള്ള സംശയത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് രഹസ്യമായിട്ട് പറയും അതെൻ്റെ അസിസ്റ്റൻ്റാണ്, നീ അവളുടെ കൂടെ പൊയ്ക്കോളൂ, അയാൾ നിന്നെ രക്ഷിക്കുമെന്ന്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തേ ഞാൻ മാത്രം പോകാനോ, അങ്ങനെ പറ്റത്തില്ല, നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇല്ല നീ അവൻ്റെ കൂടെ പോയിക്കോ, ഞാൻ രക്ഷപ്പെട്ടോളാം, നീ എന്നെ ഓർത്ത് പേടിക്കേണ്ട എന്ന് നമ്മളുടെ ഹീറോയിനെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിലും അവൻ്റെ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയമാണ് ഗാങ്സ്റ്ററിൻ്റെ മോള് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പുറത്തോട്ട് വരുന്നത്.
അവരങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗാങ്സ്റ്ററിന്റെ മോളാണെങ്കിൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. അല്ല, ഇവിടെ നിന്ന് നിന്റെ ആ പെങ്കൊച്ച് എന്തിയേ? ഓ, അവൾ നിനക്ക് കുറെ കാശ് തന്നിട്ട് രക്ഷപ്പെട്ടിട്ട് പോയോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കും. അതൊന്നും അറിയാതെയാണോ ഞാൻ നിന്റെ കൂടെ ഇത്രയും ദൂരം വന്നത്? ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ പപ്പ ഇങ്ങോട്ട് വരും. അപ്പോൾ നിന്നെ അവർ കൊല്ലാനാണ് പോകുന്നത്. കാരണം നീ ചതിച്ചില്ലേ. പിന്നെ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. എന്താ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയും. നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റിനൂടെ പുറത്തു പോകുമ്പോൾ അയാളാണെങ്കിൽ നമ്മുടെ ഗാങ്സ്റ്റർ വരുന്നതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അയാളെ കണ്ട് ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗാങ്സ്റ്ററിന്റെ മോളെ കൊല്ലാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഗാങ്സ്റ്റർ വരുന്നുണ്ട്. അല്ല എടാ ഹീറോയെ, നിനക്ക് ഞാനൊരു സമ്മാനമായിട്ട് ഒരു പെൺകുട്ടിയെ തന്നല്ലോ, അവൾ എന്തിയേ എന്ന് ചോദിക്കും. എന്നും പറഞ്ഞുകൊണ്ട് ഹീറോയുടെ നേരെ തോക്കും ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എതിർത്തും പറയുന്നില്ല, എന്ന ഒരു റിയാക്ഷനും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാങ്സ്റ്റർ അവനെ വെടിവെക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തു വരും. അവളെ കണ്ടതും നമ്മുടെ ഗാങ്സ്റ്ററിന്റെ മോൾക്കും അവിടെയുള്ള എല്ലാവർക്കും ഉള്ള ടെൻഷനേക്കാളും സർപ്രൈസിനേക്കാളും നമ്മുടെ ഹീറോയ്ക്കാണ് സർപ്രൈസ്. അവനാണെങ്കിൽ ഷോക്കായിപ്പോയി. എന്നിട്ടാണെങ്കിൽ അവൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ഇതെങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അങ്ങനെ വന്നിട്ട് അവളെ തൂക്കിക്കൊണ്ട് അങ്ങ് ഡ്രസ് ചേഞ്ചിങ് റൂമിലോട്ട് പോകും. ഇത് കാണുന്ന ഗാങ്സ്റ്റർ ആണെങ്കിൽ ഇവിടുത്തെ എന്താ എപ്പോൾ കണ്ടാലും അവളെ എടുത്തുകൊണ്ട് പോണത്, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, അവളെന്ന് പറഞ്ഞാൽ അവന് ജീവനാണെന്നുള്ളത്. ഇനി അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് നമ്മുടെ ഗാങ്സ്റ്റർ പറയുമ്പം ഗാങ്സ്റ്ററിൻ്റെ മോള് പറയും, പപ്പ അതൊന്നും പറ്റൂല, എനിക്കതൊന്നും വിടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ മര്യാദയ്ക്ക് അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ അടുത്ത് മോള് പ്രശ്നം ഉണ്ടാക്കിയായിരിക്കും. ഈ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് നീ എന്തിനാ തിരിച്ചു വന്നത്, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, എന്താ നിനക്ക് എൻ്റെ അടുത്ത് പ്രേമം വല്ലതും ആണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിലും അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടണ്ട, നീ എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് വന്നത്, രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിവിടുന്ന് രക്ഷപ്പെടാം, അല്ലാണ്ട് ഒറ്റയ്ക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ നൈറ്റാണ് കാണുന്നത്. നൈറ്റ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് അവിടെയുള്ള ഒരു സ്റ്റാഫ് കുറച്ച് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ അവളെ കുടിക്കാൻ വിടുവോ? അവൾക്കുള്ള എല്ലാം നമ്മുടെ ഹീറോ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയും, നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നീ റൂമിലോട്ട് പോക്കോ, അതാണ് നിനക്ക് നല്ലതെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുടിച്ച് ലെക്കെല്ലാം പോയിരിക്കുകയല്ലേ, അവൻ്റെ കൺട്രോൾ പോകുന്ന സമയത്ത് നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ മോളാണെങ്കിൽ പതുക്കെ അവനെ അവളുടെ റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ സമയം മറ്റയാൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ നോക്കുമ്പോൾ അവളാണെങ്കിൽ അവളുടെ പെപ്പർ സ്പ്രേ എടുത്ത് അവൻ്റെ മുഖത്തടിച്ചിട്ട് നമ്മുടെ ഹീറോയെ തേടി വരുന്നുണ്ട്. അവൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെ ഗാങ്സ്റ്ററിൻ്റെ മോള് ഒക്കെ ബെഡിലൊക്കെ കിടത്താൻ നോക്കുന്നതാണ്. അങ്ങോട്ട് മാറി നിന്നേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അകത്തോട്ട് വരുന്നുണ്ട്. ഓ, നീയാണോ, നീയല്ലേ അവന് കാശ് കൊടുത്ത് ഇതൊക്കെ ചെയ്യാൻ വെക്കുന്നതെന്ന് പറയുമ്പോൾ നീ അങ്ങോട്ട് മാറിക്കേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്, നീ വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനും ബോധമില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് അവൻ കുടിക്കുന്നില്ല. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ വായിൽ വെള്ളം എടുത്ത് നമ്മുടെ ഹീറോയുടെ വായിലോട്ട് ലിപ് ലോക്ക് പോലെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ മോക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിലും എന്താ നീ പോയില്ലേ ഇതുവരെ, നിനക്ക് ഇനി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കണമെന്ന് ചോദിക്കും. അവൾക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ ഒരുവിധം അവളുടെ റൂമിലോട്ട് കൊണ്ടുവന്ന് ബാത്ടബിലോട്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് കുറേ വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഹീറോയ്ക്ക് ബോധം തന്നെ വരുന്നത്. അപ്പോൾ ഹീറോ പറയും, ഇനി നമ്മളിവിടെ ഇരിക്കുന്നത് സേഫ് അല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ രാത്രി തന്നെ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രക്ഷപ്പെടുമെന്നുള്ളൊരു കണ്ടീഷൻ എത്തുമ്പോഴേക്കും അവിടെ ഗാങ്സ്റ്ററിൻ്റെ ആൾക്കാർ വന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ശരി ഓക്കെ നമുക്കിങ്ങനെ ചെയ്യാം, ഞാൻ രക്ഷപ്പെടാൻ നോക്കി നീ എന്നെ പിടിച്ചു എന്നുള്ള രീതിക്ക് സറണ്ടർ ആവാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെടാൻ പോയപ്പോൾ ഹീറോയെ പിടിച്ചതുപോലെ നമ്മുടെ ഗാങ്സ്റ്ററിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ഗാങ്സ്റ്ററിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് അറിയാമോ, നിന്നെ ജീവനോടെ വെച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗാങ്സ്റ്റർ ബഹളം വയ്ക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാനിത് നോക്കിക്കോളാം, ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ തന്നെ ശ്രമിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗാങ്സ്റ്റർ ആണെങ്കിലും ഓ അങ്ങനെയാണോ, ഞാൻ നിന്നെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി,
അവളുടെ കൂടെ ഒരു നോർമൽ ലൈഫ് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് പറയും. എന്നിട്ട് നീ എനിക്കൊരു ജോലി ചെയ്തു തന്നിട്ട് നീ രക്ഷപ്പെട്ടു പോക്കോ. എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ ലിങ് എന്ന് പറയുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവനെ നീ അങ്ങ് കൊന്നേക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ നിങ്ങളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കാമെന്ന് പറയും. നമ്മുടെ ഹീറോയ്ക്കും വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ശരി ഞാനിത് ചെയ്തിട്ട് വരാം, നമുക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ലിങ് എന്ന് പറയുന്ന ആളാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ആ സമയം അവിടേക്ക് നമ്മുടെ ഹീറോ അവനെ കൊല്ലാൻ വേണ്ടി വന്ന് ഗണ്ണെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗാങ്സ്റ്ററിൻ്റെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എവിടെയോ തട്ടിക്കൊണ്ട് പോവുകയാണ്. അവർ പോകുന്ന ഒരു കാറാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട്. എന്താണ് ഈ ട്രക്ക് ഇവിടെ വന്ന് വഴി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഗാങ്സ്റ്ററിൻ്റെ ആൾക്കാരൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ചെറിയൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് അത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും ആ ഗാങ്സ്റ്ററിൻ്റെ ആൾക്കാർ പുറത്തിറങ്ങിയ തക്കം നോക്കി ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ വിടുവോ? അവള് ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവളെ പിടിക്കുന്നാവുന്ന സമയം നമ്മുടെ ഹീറോ ബൈക്കിൽ അവളുടെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ഹീറോ വന്ന കൂട്ടത്തിൽ അവന്റെ പിറകുന്ന കുറെ പോലീസും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാങ്സ്റ്ററിന്റെ ആൾക്കാരെയെല്ലാം പോലീസ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ കാറിൽ വരുന്ന സമയം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചതിന്. അതൊക്കെ പോട്ടെ, എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ചേച്ചി എത്രയാണെന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്തതെന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ എഗ്രിമെൻറ്റ് നോക്കാൻ പറഞ്ഞ് എഗ്രിമെൻറ്റ് കാണിച്ചു കൊടുക്കും. അതിലാണെങ്കിൽ 10 ലക്ഷം എന്ന് എഴുതിയിരിക്കും. 10 ലക്ഷമോ? എൻ്റെ ചേച്ചി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും അത്രയും കാശൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നീ ഒരു ഡിസ്കൗണ്ട് തരാമോ? എനിക്ക് പറ്റുന്നത് പോലെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കൊരു ചെറിയൊരു ഡിസ്കൗണ്ട് തരൂ, പ്ലീസ് 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 എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡിസ്കൗണ്ട് ഞാൻ പറയുന്നത് ചെയ്യല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അടുത്ത ആളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലി ഉണ്ടല്ലോ, ബോഡി ഗാർഡല്ലേ. അപ്പം ആ ഒരു ജോലിയിൽ ഇവളും കൂടെ പാർട്ട്ണറായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ നേഴ്സായിട്ട് ആ ഒരു ആളെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-2 വർക്കെല്ലാം അവർ ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ്റെ വർക്കിൽ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇനി നീ എനിക്ക് ഒരു കാശും തരേണ്ട ആവശ്യമില്ല, നീ ഇനി ഇവിടെ നിന്ന് പൊക്കോളാൻ പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, നിന്നെ കാണാൻ അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല, നിനക്ക് എന്തിനാ ഈ ജോലി, നിനക്ക് നല്ലൊരു ജോലി ചെയ്തുകൂടെ, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. ഇവളിങ്ങനെ ഭയങ്കര കെയറിങ് ആയിട്ട് സംസാരിക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ ഭയങ്കര അടുത്ത് വരുമ്പോഴേക്കും അവൾ കിസ് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ച് കണ്ണടച്ച് നിൽക്കും. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് പോയിട്ട് പോ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും, എൻ്റെ നമ്പർ ഞാൻ എഴുതി തരാം, നീ ഒരു കാര്യം ചെയ്യ്, എപ്പോൾ ചെന്നൈയിൽ വന്നാലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്പർ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ അവളുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. വീട്ടിൽ വരുമ്പോഴെല്ലാം അവൾക്ക് ഒരുമാതിരിയാണ് തോന്നുന്നത്. ഇനി എൻ്റെ ജീവിതത്തിൽ അവനെ ഞാൻ എപ്പോഴാണ് കാണാൻ പോകണമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കും. അങ്ങനെ അവളുടെ ലൈഫ് അങ്ങനെ നോർമലായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ 3 വർഷം കഴിയുന്നുണ്ട്. 3 വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ഹീറോയിനെ അവൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അവൾ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം അവൾക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ടാവില്ല. അവളുടെ കാറ് പെട്ടെന്ന് ഒരിടത്ത് പോയി ഇടിച്ചു മറിയുന്നുണ്ട്. അതോടുകൂടി അതിന് ശേഷം 6 മാസത്തിന് ശേഷമുള്ള കാര്യമാണ് കാണുന്നത്. നമ്മുടെ ഹീറോയിൻ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് ഇരിക്കുകയായിരിക്കും. ഡോക്ടർ ആണെങ്കിൽ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് സംഭവിച്ച 3 വർഷത്തെ കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളുടെ ഓർമ്മയിലില്ല, അത് ആക്സിഡൻറ്റ് കാരണമാണ് ഉണ്ടായത്. പക്ഷെ സാരമില്ല, നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പഴയതെല്ലാം ഓർമ്മ വന്നോളും എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇനി പഴയതുപോലെ ജോലിക്ക് പോയിക്കോട്ടെ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജോലിക്ക് പോയിക്കോളാം, ഡോക്ടർ അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു വരെയായിരിക്കും. ആ സമയം ഒരു കാറ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഹീറോയിനെ ഇടിക്കാൻ വേണ്ടി വരുന്ന പോലെ ഒന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിലും പേടിച്ചിട്ട് പിറകോട്ടും മറിഞ്ഞ് വീഴുന്നുണ്ട്. ആ സമയം ആ ഒരു സീനിൽ നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഹീറോയിൻ വീണ് കിടക്കുന്ന മാത്രമാണ് കാണുന്നത്, അവളുടെ ഫേസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് ഒരു കടയുടെ അകത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. നീ ഇനി ചൈനയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഉറപ്പായിട്ടും കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതി കൊടുത്തത്.
അവനത് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിൻ അവൻ്റെ കൺമുന്നിൽ കൂടെ ഓടിപ്പോകുന്നുണ്ട്. അവനാണെങ്കിലും ഷോക്ക് ആവുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും അത് നനഞ്ഞത് കാരണം എല്ലാം മിസ്സായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഈ 3 വർഷമായിട്ടും അവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വെക്കുന്നത്. ഹീറോ അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അവളുടെ മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയിട്ട് നമ്മുടെ ഹീറോയെ കാണുന്നില്ല കേട്ടോ. ഹീറോയ്ക്ക് അകത്തുള്ളത് കാണാം, പക്ഷെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീഴുന്നു. ആ സമയം നമ്മളുടെ ഹീറോ അവളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നുണ്ട്. ആദ്യത്തെ സീനിൽ നമ്മുടെ ഹീറോയിന് അവൻ കൈ കൊടുക്കുന്ന അതേപോലെ തോന്നും. അവൾക്കാണെങ്കിൽ അതൊരു ചെറിയൊരു ഓർമ്മ പോലെ വരുന്നുണ്ട്. എങ്കിലും അവൾ എണീക്കും. ആ സമയം ശരി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൾ പോവാൻ നിൽക്കുമ്പം നിങ്ങൾക്ക് എന്നെ ഒട്ടും ഓർമ്മയില്ലേ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കും. അപ്പോൾ അവളാണെങ്കിലും എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവും. നമ്മുടെ ഹീറോയിനാണെങ്കിലും ശരി ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ID കാർഡ് പോലത്തെ ബാഡ്ജ് കിട്ടുന്നുണ്ട്. അവനാണെങ്കിൽ അത് എടുത്ത് നോക്കുമ്പോൾ ഓ ഈ കമ്പനിയിലാണോ ഇവൾ വർക്ക് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഒരു ബാറിലോട്ട് പോകുന്നുണ്ട്. അവൻ കാണാൻ വന്ന ഫ്രണ്ട് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ഗാങ്സ്റ്റർ ലിങ് എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആക്ച്വലി നമ്മളെ ഹീറോ അവനെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞ് അവനെ സേവ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, ഇപ്പോൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ലിങ്ങിൻ്റെ ഓഫീസിലാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണമായ ആ ഒരു പെങ്കൊച്ചിനെ ഞാൻ ഇന്ന് വീണ്ടും കണ്ടു. അവള് നിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ ഹീറോ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അവനും പറയും 3 വർഷമായിട്ട് കാണാൻ പറ്റാത്ത ആളെ നിനക്ക് ഇന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ. അവള് എന്തായാലും നിന്നെ മറന്നതായിരിക്കും. നീ കുറച്ച് ദിവസം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ കിട്ടും. അപ്പോൾ ഞാൻ നാളെ നിൻ്റെ ഓഫീസിൽ വന്ന് അവളെ കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിലും എല്ലാം ഓക്കെ പറയുന്നുണ്ട്. ശരിയപ്പോൾ ഞാൻ നാളെ അവളെ ഓഫീസിൽ പോയി കാണാമെന്ന് പറയും. എന്നിട്ട് ലിങ്ങിൻ്റെ അടുത്ത് ചോദിക്കും നിൻ്റെ ഗേൾഫ്രണ്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവനും പറയും 6 മാസമായിട്ട് അവൾ എന്നെ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്യുന്നില്ല. ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി അവളെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവളെ എന്നിൽ നിന്ന് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആ ഒരു ഓഫീസിലോട്ട് വരികയാണ്. അവളാണെങ്കിൽ മൊത്തം കള്ളലക്ഷണത്തിലാണ് വരുന്നത്. അവിടെയുള്ള ഒരു കാര്യത്തെ പറ്റിയും അവൾക്ക് ഒരു ഐഡിയയും ഇല്ല. അവളിങ്ങനെ തപ്പി തപ്പി വന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയെ കാണുന്നുണ്ട്. ഹീറോ ആണെങ്കിലും അവളെ കണ്ടിട്ട് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പോൾ അവളാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 6 മാസത്തിന് മുന്നേ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഓ അങ്ങനെയോ, ഞാൻ ഇപ്പോൾ വന്നിട്ട് 3 മാസമായി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അവളാണെങ്കിലും ഭയങ്കര നെർവസ് ആയിട്ട് നിൽക്കുകയാണ്. അവളാണെങ്കിൽ കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട് ഓരോന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഇല്ലല്ലോ, അങ്ങനെ ആരെയും എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ ഇല്ലേ പിന്നെ നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നെർവസ് ആവുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്തോടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവളും പറയും ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്കായാലും നെർവസ് ആവും എന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്ന് ചോദിക്കും. അവനാണെങ്കിലും ചിരിച്ചിട്ട് ശരി ശരി സമയമായി പോയി ജോലിയൊക്കെ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അപ്പം അവനെ നോക്കിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ അവളുടെ സഹോദരി രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് വെറും സഹോദരിയല്ല, അവളുടെ ട്വിൻ സിസ്റ്ററാണ്. രണ്ടുപേരും ഒരേപോലെയാണ്. അവർ സിസ്റ്റേഴ്സ് മാത്രമല്ല ഫ്രണ്ട്സും പോലെയാണ്. അവരങ്ങനെയാണ് അവരിത്രയും കാലം ജീവിച്ചത്. അവൾ ചൈനയിൽ വന്നിട്ടും അവർ ഒന്നിച്ചാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ സിസ്റ്റർ കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോയിനെ കാണുന്ന സമയത്താണ് അവൾ ബ്രേക്ക് ചവിട്ടാൻ നോക്കുമ്പോൾ ബ്രേക്ക് ഇല്ല എന്ന് കാണുന്നത്. അവളെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ്റെ സഹോദരിയുടെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് നോക്കും. ആ സമയം ആ കാറ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾ മരിച്ചു പോകുന്നത്. നമ്മുടെ ഹീറോയിന് ഇത്
ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് അവൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. അവസാനം അവളുടെ ചേച്ചിയെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ആ ഒരു കാറ്, ആ ഒരു ബ്രേക്ക് പോയത് ആരോ മനഃപൂർവ്വം അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണെന്നുള്ളത് അവളുടെ ആ ഒരു എക്സ്പ്രഷനിൽ നമ്മുടെ ഹീറോയിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ചേച്ചി മരിച്ചതല്ല, ആരോ കൊന്നതാണെന്നുള്ള ആ ഒരു ഇതിൽ അതിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ ചേച്ചി വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിൽ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. വി എന്ന് പറയുന്ന ആരെയോ പറ്റി നമ്മളെ സഹോദരി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് എന്തോ ഒരു വലിയ കാര്യം നമ്മുടെ ഹീറോയിൻ്റെ സഹോദരി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹീറോയിൻ സഹോദരിയായിട്ട് അവളുടെ ആ ഒരു ഓഫീസിലോട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അവൾക്ക് ഓഫീസിലുള്ള ഒരു കാര്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് 3 വർഷത്തിന് മുന്നേ ഉണ്ടായ എല്ലാ കാര്യങ്ങളും മറന്നുപോയതെന്ന് അവൾ കള്ളം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഹീറോയിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയെ കണ്ടിട്ട് സോറി, എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവളങ്ങനെ അവളുടെ സീറ്റിൽ പോയിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും കുറച്ച് വണ്ണമൊക്കെ ഉള്ളൊരു പയ്യൻ വന്നിട്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവളാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ശരി, ആ 2 അഹങ്കാരം പിടിച്ച പെൺകുട്ടികൾ വന്ന് നിന്നെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു, നിന്നെ ഉപദ്രവിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളാണെങ്കിൽ എന്ത്, അവൾക്കൊന്നും മനസ്സിലാവാത്ത പോലെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിലും പറയും നിനക്ക് ഇവിടെ നിന്ന് ആക്സിഡൻ്റ് ആവുന്നതിന് 2 ദിവസം മുന്നേ ആ കുട്ടികൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിൻ്റെ അടുത്ത് വന്നായിരുന്നു. ആ പ്രോജക്റ്റ് നിന്നോട് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നീയാണ് ആ ഒരു പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്തു കൊടുത്തത്. പക്ഷേ എന്നിട്ടും അതിൽ കുറച്ച് പ്രശ്നങ്ങൾ അവരുണ്ടാക്കി. എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും കൂടെ ഈ ഒരു കമ്പനിയിൽ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് അവർ ചിത്രീകരിച്ചു. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ, നിന്റെ പേരിൽ പുതിയ പ്രശ്നങ്ങളൊന്നും അവർ വെക്കാതിരിക്കേ. ഇതൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ നീറ്റ് പോകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിലും ഇതൊക്കെ എന്താ പുതിയ കഥയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ 2 പെമ്പിള്ളാരും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നിനക്ക് സുഖമാണോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ അവൻ ചെയ്ത കാര്യമെന്ന് ചോദിക്കാം. അപ്പോൾ ഹീറോയിനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട് നിനക്ക് ആക്സിഡൻ്റ് ആവുന്നതിന് 2 ദിവസം മുന്നേ അവൻ നിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ നോക്കും. ആ സമയം ഞങ്ങളാണ് നിന്നെ വന്ന് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവൻ ഒരു രീതിയിൽ പറയുന്നു, ഇവരൊരു രീതിയിൽ പറയുന്നു, ഏതാണ് സത്യം എന്ന് അറിയാൻ പാടില്ല. അവൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോകാമെന്ന് കരുതി അവൾ ലിഫ്റ്റിലോട്ട് കയറുമ്പം അതാ നിൽക്കുന്ന നമ്മുടെ ഹീറോ അതിനകത്ത്. അവനാണ് കണ്ടതാണെങ്കിലും അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അകത്തോട്ട് കയറണോ പുറത്തോട്ട് പോകണോ, അവളെ അവന് മനസ്സിലാവോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം അവൾ അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തോട്ട് കയറുന്നുണ്ട്. അവൾ ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ അവനാണെങ്കിൽ അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയം അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്താ പറ്റിയ, ഞാൻ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ ഓപ്പൺ ചെയ്തോളാൻ പറയുന്നുണ്ട്. ആ സമയം ഒരു കൂട്ടം ആൾക്കാർ ലിഫ്റ്റിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ബാക്കിലോട്ട് വന്ന് നമ്മുടെ ഹീറോയെ ഇടിക്കുന്നുണ്ട്. ആ സമയം ഹീറോ ആണെങ്കിലും അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. ഇവരിങ്ങ് നിൽക്കുന്നത് ഒരാൾ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിലിടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ പിറകുള്ള ആ ഒരു കൈയുടെ ഉടമസ്ഥൻ ആരാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പലരും പല പല കമൻറ്റുകളും അവൾക്കെതിരെ അങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുകയായിരിക്കും. അവിടുത്തെ മാനേജറാണ് അവളെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവൾ ആക്സിഡൻ്റ് ആവുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എ ഗ്രൂപ്പ്. ആ എ ഗ്രൂപ്പിൽ ചെയ്തിരുന്ന ആ ഒരു പ്രോജക്റ്റിൽ ആരോ ഒരാൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാനേജർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ സമയം നമ്മുടെ ഹീറോയിൻ പറയും ആക്സിഡൻ്റ് ആവുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ 2 പെൺകുട്ടികൾ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിരുന്നു എന്ന് പറയും. അപ്പോൾ അവരാണെങ്കിലും ഇവൾ നിർത്തിയ സമയത്തിന് ഇങ്ങനെ തുടങ്ങും. അതെ, ഞങ്ങൾ വന്നിരുന്നു, ഞങ്ങൾ വന്നത് ഇവനെ കാണാനാണ്, അതായത് വണ്ണമുള്ള ആ ഒരു പയ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയം നമ്മുടെ ഹീറോയിനാണ് ആ ഒരു പ്രോജക്റ്റ് നിർബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവരെന്താ ഈ പറയുന്നതെന്ന്. ആക്ച്വലി ഈ 3 പേരും കൂടെ, ആ വണ്ണുള്ള പയ്യനും ഈ എ ഗ്രൂപ്പിലുള്ള 2 പെൺകുട്ടികളും കൂടെ നമ്മൾ ഹീറോയിനിട്ട് പണി കൊടുക്കുന്നതാണ്. ഇവളാണ് എന്ത് പറയണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടും പ്രോജക്റ്റിനെ പറഞ്ഞിട്ടും ഇനി എന്താ കാര്യം, ഇനിയുള്ള കാര്യങ്ങളെ പറ്റി നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അതൊക്കെ പോട്ടെ, അതിനേക്കാളും ഹോട്ട് ന്യൂസ് ഇവിടെ പോകുന്നുണ്ട് സാർ. ലിഫ്റ്റിൽ ഒരാൾ ആരെയോ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ന്യൂസ് പറയുന്നുണ്ട്. എന്നിട്ട്
എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കൂടെ നിൽക്കുന്ന ആള് നമ്മുടെ ഹീറോ ആണെന്ന് അറിയാതെ തന്നെ അയാളെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടേക്കണം, ഭയങ്കര വയസ്സനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിനെ പറ്റി ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ ശരി നിങ്ങളതൊക്കെ വിട് എന്ന് പറഞ്ഞിട്ടിരിക്കും. ആ സമയം അവരാണ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഈ കോട്ടിലുള്ള ഈ ഒരു സിമ്പിൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, വേറെ ഒരിടത്തും അല്ല, എൻ്റെ ഷട്ടിലാണ് കണ്ടിട്ടുള്ളതെന്ന്. ആ നിൽക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറയും. അപ്പം അവരാണെങ്കിലും അന്തം വിട്ട് പോകുന്നുണ്ട്. ലിഫ്റ്റിൽ വെച്ച് കുറച്ച് തിരക്കായിരുന്നപ്പോൾ അവൾ മറിഞ്ഞ് വീഴാൻ പോയതുകൊണ്ട് ഞാൻ കൈവച്ചതാണെന്ന് പറയും. അതിനിപ്പോൾ വലിയ പ്രശ്നമൊന്നും എന്നും കൂടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൂട്ടിച്ചേർക്കും, പിന്നെ അതിന് ആ കോട്ട് സൂട്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിളവനും അല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരുമാതിരി കളിയാക്കി വിട്ടിട്ട് പിന്നെ കഴിഞ്ഞു പോയ പ്രോജക്റ്റിനെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ ഇനി സംസാരിക്കല്ലേ, ഇനിയുള്ള കാര്യങ്ങൾ നാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഇതെല്ലാം കാണാൻ നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് നമ്മൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ആരോ അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആരാന്നൊക്കെ നമ്മുടെ ലിങ്ക്, നീ ഇത്രയും കാലം എവിടെയായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററിൻ്റെ രഹസ്യമായിട്ട് അവൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലിങ്ങിനെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവളാണെങ്കിലും എന്നെ എനിക്ക് 6 മാസം മുന്നേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്കാണെങ്കിൽ അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. 3 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നുള്ള കാര്യം ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവളങ്ങനെ പുറത്തോട്ട് വരുമ്പോഴേക്കും നമ്മളുടെ വണ്ണമുള്ള ആളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഡിന്നറിന് വിളിക്കുന്നുണ്ട്. ഓ നീ തന്നത് തന്നെ ധാരാളം, എനിക്ക് നിൻ്റെ കൂടെ ഡിന്നറിന് വരാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എൻ്റെ കൂടെ ഡിന്നറിന് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അവിടെ കിടക്കുന്ന കാറിലോട്ട് കയറുന്നുണ്ട്. കാറിൽ കയറിയിട്ട് സോറി സാർ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ ആണ് ഇരിക്കുന്നത്. ഓ ഇനി ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടായിട്ടും കൂടെ അഭിനയിക്കണമെന്ന് ഹീറോ ചോദിക്കും. അയ്യോ നിങ്ങളായിരുന്നോ, നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലൂടെ കയറത്ത് പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വന്നിട്ട് അവളുടെ ഇറങ്ങാൻ സമ്മതിക്കാത്ത പോലെ നിൽക്കും. നിങ്ങളെ ഞാൻ നല്ലൊരു വ്യക്തി എന്നാണ് വിചാരിച്ചത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയും. എന്തേ നല്ലവർക്ക് എന്തേ ഇങ്ങനെ നടക്കത്തില്ല എന്ന് ചോദിക്കും ഹീറോ. അല്ല നിങ്ങളെന്നെ അടുത്തോട്ട് വന്നാൽ ഞാൻ ഇവിടെ ബഹളം വെക്കുമെന്ന് അവൾ പറയും. ഓ നീ ബഹളം വെച്ചാൽ മാത്രം ഡോർ തുറക്കുമോ, ആ ഡോറ് ലോക്കായിപ്പോയി, ഇപ്പുറത്തുകൂടെ ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. അവളാണെങ്കിലും സൈലന്റ് ആയിട്ട് വെളിയിറങ്ങി വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലും അവളെ തടഞ്ഞിട്ട് പറയും, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു മടിയും കൂടാതെ എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവളെ വിടുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ ഉറക്കയാതെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിലുള്ള പെങ്കൊച്ച് അവളുടെ വെള്ളത്തിലാണെങ്കിൽ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് കലക്കുന്നുണ്ട്. അതറിയാതെ അവളതെടുത്ത് കുടിക്കുന്നുണ്ട്. ആ സമയമാണ് ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അവളാണെങ്കിലും അത് കുടിച്ചിട്ട് ആ ഡെലിവറിക്ക് വേണ്ടി പോകുന്നുണ്ട്. ആക്ച്വലി ആ ഒരു പെൺകുട്ടി വിചാരിച്ചത് അവൾ ഓഫീസിൽ തന്നെ കിടന്ന് ഉറങ്ങുമെന്നാണ്. പക്ഷെ അവൾ ഡെലിവറിക്ക് പോകുന്ന സമയം കാർ ഓടിച്ചല്ലേ പോകുന്നത്, അവൾക്ക് വല്ല ആക്സിഡൻ്റ് ആകുമോ എന്നുള്ള പേടി അവൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ അറിയുന്നുണ്ട്. ഹീറോ ആണെങ്കിലും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവളിങ്ങനെ ഉറങ്ങി ഉറങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ അവളുടെ കൺട്രോൾ എല്ലാം പോയി നന്നായിട്ട് ഉറങ്ങിപ്പോകുന്ന സമയത്ത് അവൾ ആക്സിഡൻ്റ് ആവുമെന്ന് കാണുമ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ബൈക്ക് ഇട്ടിട്ട് ഒരുവിധം ആ കാറിൽ കയറി കാറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു സ്ഥലത്തായിരിക്കും നിൽക്കുക. അയ്യോ ഞാനെവിടെ എങ്ങനെ വന്നു, ഞാൻ ആ ഡെലിവറി ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ ആ ഉറങ്ങിക്കോ, ഞാനത് ഡെലിവറി ചെയ്തു എന്ന്, പിന്നെ നിൻ്റെ കൂടെ ഉള്ള അവരാണ് നിനക്ക് ഉറക്ക ഗുളിക തന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അവളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. ആ സമയം കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരണോ, അത്യാവശ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എവിടെയാണ് നിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോ അവളെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ലിങ്ങാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിങ് കോൾ ചെയ്തനുസരിച്ച് അവൻ്റെ ഹോട്ടലിലാണ് നമ്മുടെ ഹീറോയിനെ അവൻ ഡ്രോപ്പ് ചെയ്യുന്നത്. ഹീറോയിൻ ആണെങ്കിലും അകത്തോട്ട് കയറി പോകുമ്പോൾ ഈ ഹോട്ടലല്ലേ മറ്റു രീതിയിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവൾ എന്നെ കാണാൻ പോയിരിക്കും. അപ്പോൾ അവളുടെ മനസ്സ് മൊത്തം എങ്ങനെ ഞാൻ ആളുടെ അടുത്ത് പോകും, ഇതെൻ്റെ സഹോദരിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ. ഹീറോയിനാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. അവളും അങ്ങനെ എന്തും കൽപ്പിച്ച് പോകുന്നുണ്ട്.
ആ സമയം അവനാണെങ്കിലും നീ വന്നോ, അകത്തോട്ട് വന്ന് പറഞ്ഞ് അവളെ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വീടൊക്കെ കാണിച്ചു കൊടുത്ത്, കണ്ടോ ഞാൻ എന്ത് ഭംഗിയായിട്ട് വീടൊക്കെ വെച്ചിരിക്കുന്നത്, എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്, നീ അന്ന് എടുത്ത് പിണങ്ങിയില്ലേ ഞാൻ വീട് വൃത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, നോക്ക് ഞാൻ നിനക്ക് ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കും. അവളാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു വായ എടുത്ത് വെക്കുമ്പോഴേക്കും അത് ഭയങ്കര എരിവായിരിക്കും. അയ്യോ ഇത്രയും എരിവെന്തെന്ന് ഇട്ടേക്കണേന്ന് ചോദിക്കും. അവൻ്റെ മുഖം വല്ലാണ്ടങ്ങ് മാറും. എന്നിട്ട് അവനാണെങ്കിലും അവളെ ഇങ്ങനെ അടുത്തോട്ട് പോയി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കിസ് ചെയ്യണം, അതുപോലെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു സമാധാനം കാണില്ല, നമുക്ക് എന്ത് പറ്റി കാണുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അകത്തോട്ട് പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇതിന് അടുത്തോട്ട് വരുമ്പോൾ അവളാണെങ്കിലും നീ ഒന്നങ്ങോട്ട് മാറിയിരിക്കുമോ, എനിക്ക് നിന്നെ ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ നീ നില്ല്, നിനക്ക് മറന്നുപോയാലെന്താ, അതിന് സാരമില്ല, നമുക്ക് പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം അവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവും. അവിടെ നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോ കാണുന്നത് ഇവ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ്. അവൻ ഹീറോയിനാണെങ്കിലും ഇവരുടെ ഇതാണ് എൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ ഹീറോയിനെ പിടിക്കും. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, നീ ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് അടിക്കുന്നു. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ചിരിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ പൈസയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിനിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവരെ ഹഗ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടും ഫ്രണ്ട്സ് ആയിരിക്കും. ഇവനും എൻ്റെ പരിചയക്കാരനാണോ എന്ന് നമ്മുടെ ഹീറോയിന് ഒരുമാതിരി ആവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവർ മൂന്നുപേരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ലില്ലാണെങ്കിലും ഹീറോയിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നീ എന്തിനാ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്, നീ ഡാർലിംഗ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും കണ്ടിട്ട് സഹിക്കുന്നുണ്ടാവില്ല. സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനായിരിക്കും നീ ഒന്ന് മര്യാദയ്ക്ക് റോഡ് നോക്കി ഓടിക്കുമെന്ന് ചോദിക്കും. അപ്പം ലിന്നാണെങ്കിലും പറയും എന്താ ഡാർലിംഗ് നീ ഇങ്ങനെ പറയുന്നത്, അവൻ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ മാത്രമാണെന്ന് കോപ്പറേറ്റ് ചെയ്യാത്തത്, നിനക്ക് എന്താന്നൊക്കെ പറഞ്ഞിട്ട് നീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിലും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, നമ്മൾ സെറ്റ് ആവത്തില്ല, നിന്നെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞ് അവളും സംസാരിക്കും. അപ്പോൾ ലിന്നാണെങ്കിൽ നമ്മുടെ ഹീറോ എടുത്ത് എടാ നിനക്ക് ഒരു ലൈനുണ്ട്, നീ നമ്മുടെ ഓഫീസിലാണെന്ന് നീ പറഞ്ഞിട്ട് നീ അവളോട് പറഞ്ഞായിരുന്നോ നിൻ്റെ ഇഷ്ടമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഇതുവരെ പറഞ്ഞില്ല, ഞാൻ ഇപ്പം പറയട്ടെ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും നീ ഒന്നും പറയേണ്ടത്, മിണ്ടാതെ റോഡ് നോക്കി വണ്ടി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരു ബാറാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോയിൻ ലിന്നും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ലിന്നാണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടം പറയുന്നുണ്ട്. ഒരു 6 മാസമാണടാ ഞങ്ങൾ കാണാതെയും സംസാരിക്കാതിരുന്നത്, അവൾ എങ്ങനെ ഇത്രയും മാറിപ്പോയി, അതെല്ലാം പോട്ടെ ഞാൻ ഇന്ന് അവൾക്ക് ആഗ്രഹിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അവൾ അതിനെ എരിവെന്ന് പറഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം പറയായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും പോടാ പോ, എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയുന്നതാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് അവന് കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ വിൻഷിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അവളുടെ പേര് വിൻഹു എന്നാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഹീറോയും ഓർക്കും നമ്മുടെ ഹീറോയിൻ്റെ ID കാർഡിൽ വിൻഹു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇതെന്താടാ പുതിയ സംഭവം എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിനാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഈ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുകയാണല്ലോ, ചേച്ചിയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അവളുടെ കമ്പനി ഗ്രൂപ്പിൽ നിന്നാണ് നാളെ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവളാണെങ്കിലും അതിനു വേണ്ടി പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹണ്ടർ ഹൗസ് പോലെയാണത്. അവിടെ നമ്മുടെ ഹീറോയിനെ വിളിച്ചു വരുത്തി പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഹീറോയിൻ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ടായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഹീറോയിൻ ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ അടിച്ച് തൂക്കിക്കൊണ്ട് പോകുന്നതാണ്. ഇത് നമ്മുടെ ഹീറോ മിന്നായം പോലെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിനല്ലേ എന്ന് അവൻ ആലോചിച്ച് അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടെ നീ ആ ഡ്രസ്സ് ഇട്ടിട്ട് റെഡിയായിരുന്നോ, നമുക്ക് അവളെ വെച്ചിട്ട് ഇന്ന് ഒരുപാട് തമാശ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കും. അവളാണെങ്കിൽ അവിടെ അവൻ്റെ കയ്യിലായിരിക്കും. എന്നിട്ട് നീ ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതിയോ, എന്തെങ്കിലുമൊക്കെ കാണിക്കുകയോ ഒന്ന് പേടിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും ആ കറുത്ത ഡ്രസ്സ് ഇട്ട ആൾ ഹീറോയിൻ്റെ തലയിൽ അവിടെ ഇരിക്കുന്ന കോടാലി വെച്ചിട്ട് ഒരടി അടിക്കുന്നുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോവും. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ ആ കറുത്ത ഡ്രസ്സ് ഇടാൻ വേണ്ടി ഏൽപ്പിച്ചെന്ന ആൾ അവിടെ നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഇട്ടത് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പേടിക്കും. അങ്ങനെ എല്ലാവരെയും അവിടെ ഉള്ള സെല്ലിനകത്തോട്ട് ആ കറുത്ത ഡ്രസ്സ് ഇട്ട ആൾ അടയ്ക്കുന്നുണ്ട്. എല്ലാവരും എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. അവരുടെ ഫോണാണെങ്കിലും പിടിച്ചു വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ആരാ ആ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനായിരുന്നു. ഇവർ ഹീറോയിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് നമ്മുടെ ഹീറോയിന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനാണ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരെ
പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. ആ സമയം അവരുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും ഫോൺ മേടിച്ചല്ലോ. അതിൽ നിന്ന് നമ്മുടെ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നുള്ളതെല്ലാം അവളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അവൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല. എല്ലാത്തിലും ഒരു പ്രയോജനം ഇല്ലാതാവുന്നുണ്ട്. അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോവും. ഈ സ്റ്റാഫുകളാണെങ്കിലും അവളെ ഫോളോ ചെയ്തുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവൾ പേടിച്ച് ഒരിടത്തോട്ട് മാറുമ്പോഴേക്കും നമ്മുടെ ഹീറോ അവളെ പിടിക്കുന്നുണ്ട്. അവളാണെങ്കിലും അവരുടെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഹീറോയെ താഴെ അങ്ങിരിക്കും. അപ്പോൾ ഡോർ തുറന്നിട്ട് നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഡോർ അടച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അവളുടെ അടുത്ത് നീ എഴുതിക്കുന്നില്ലേ, നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവളാണെങ്കിൽ അയ്യോ സോറി എന്ന് പറയും. എന്നിട്ട് ഹീറോ ആണെങ്കിൽ നീ മര്യാദയ്ക്ക് സേഫായിട്ട് ഇരിക്കാൻ നോക്കിക്കോ, അല്ലാതെ ഇങ്ങനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ചേച്ചി എപ്പോഴും വി എന്ന് പറയുന്ന ഒരാളെ കാണാൻ വേണ്ടി ബാറിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ അവളും എന്ത് ചെയ്യും, വേഷം മാറി അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാം അവിടുത്തെ ആ DJ വായിക്കുന്ന ആൾ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കും. നോക്കുമ്പോൾ അവനാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സമയമാണ് അവളുടെ ഓഫീസിൽ വർക്കാണ് ഒരുപാട് പേര് അങ്ങോട്ട് ഒരു റൂമിലോട്ട് പോകുന്ന കാണുന്നത്. അവരെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് അവരൊന്ന് ഫോളോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു വെയിട്രസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ റൂമിലോട്ട് പോകുന്നുണ്ട്. അവരങ്ങനെ അവിടെ സെർവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു പെൻ ഡ്രൈവ് കാണുമ്പോൾ അവൾ അതിനെ അങ്ങ് പൊക്കുന്നുണ്ട്. പെൻ ഡ്രൈവ് മിസ്സാവുന്ന കാര്യം അവർക്ക് മനസ്സിലാവും. അവരാണെങ്കിലും ഡോർ ലോക്ക് ചെയ്തിട്ട് ഈ പെൻ ഡ്രൈവ് മിസ്സാണ് അവർ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ വെയിറ്റേഴ്സിനെയും അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവർ തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആ സമയം DJ വായിച്ചിരുന്ന ആ ഒരു പയ്യനാണെങ്കിൽ നമ്മളെ ഹീറോയിനെ എടുത്തുകൊണ്ട് വാഷ്റൂമിനകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രക്ഷപ്പെടണമെന്നുള്ളതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരിക്കും. എന്നിട്ട് ഇവളുടെ പെൻ ഡ്രൈവിനെ വാങ്ങിച്ചിട്ട് അവൻ ആ ക്ലോസറ്റിനകത്തോട്ട് ഫ്ലഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് പോ എന്നുള്ള പോലെ കാണിച്ചിട്ട് അവനും പോകുന്നുണ്ട്. ഇവളാണെങ്കിലും പിറകെ പോയിട്ട് ഒന്ന് നിൽക്കുമോ എന്നിട്ട് വന്ന് ചേച്ചിയുടെ ഫോട്ടോ കാണിച്ച് ഇതെൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചി ആരോ കൊന്നു, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ, നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും അവളടുത്തോട്ട് പോയിട്ട് എന്തോ പറയുന്ന പോലെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കും. അടുത്ത ദിവസം നമ്മുടെ ഹീറോ ചുമ്മാ ഇറങ്ങിയിരിക്കാതെ ആ ബാറിലോട്ട് വീണ്ടും പോകുന്നുണ്ട്. അവളെ ആണെങ്കിൽ അവിടുത്തെ മാനേജർക്ക് മനസ്സിലാവും. മാനേജറാണെങ്കിൽ അയാളുടെ ബോസിൻ്റെ അടുത്ത് പോയി ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അവൾ എത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ല, വീണ്ടും നമ്മൾ അന്വേഷിച്ചിവിടെ വന്നു എന്നുള്ളത്. അവൾ എന്തായാലും വെറുതെ വിടൂല എന്ന് അവൾക്കൊരു പണി ഒഴുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ DJയെ ഫോളോ ചെയ്ത് പിറകെ പോകുന്നുണ്ട്. അവസാനം അവൾ പോയി നിൽക്കുന്നത് നമ്മുടെ ഹീറോയുടെ അടുത്തായിരിക്കും. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതും എവിടെ നിന്നറിയില്ല അവളുടെ കൊലീഗ്സ് എല്ലാം വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകും. നമ്മുടെ ഹീറോയ്ക്കും ഒന്നും മനസ്സിലാവില്ല, അവൾക്കും ഒന്നും മനസ്സിലാവില്ല. വാ നമുക്ക് ഡ്രിങ്ക്സ് അടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ടും ആ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്ത് ചെയ്യും, അവളെ ഒരുപാട് കുടിപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ടും അവളെ വേണ്ടി കുടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ലിന്നിൻ്റെ കൂടെ ആയിരിക്കും ഇരിക്കുക. ലിന്നാണെങ്കിലും അവിടെ നിന്ന് കുടിച്ച് അവൻ്റെ സങ്കടമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവിടെ വന്നത് എന്തിനാണെന്നൊക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഹീറോയിൻ്റെ ഒരു മെസ്സേജ് വരും, ഞാൻ ഇന്ന റൂമിലുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. അവിടെ പോകുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെള്ളം അടിച്ച് പാമ്പായിട്ടായിരിക്കും ഇരിക്കുക. അവളെ വീട്ടിൽ കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ ലിൻ അവിടെ നിന്ന് കുടിച്ചിട്ട് ഫിറ്റായി ഭയങ്കരമായിട്ട് ആടി ഡാൻസ് കളിക്കുന്ന കാണാം. വേറെ എന്ത് ചെയ്യാനാ, അവർ രണ്ടുപേരെയും കാറിൽ കൊണ്ടുപോയിരിക്കും. ഒരു സൈഡിൽ അവനും ഒരു സൈഡിൽ അവളുമായിട്ട്. അപ്പോൾ അവളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും ലിന്നാണെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട്. അവസാനം ലിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ ഒരു റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ കൊണ്ട് കിടത്തുമ്പോഴേക്കും അവിടെ ഒരു ഡെലിവറിക്ക് വരുന്നുണ്ട്. എന്നിട്ട് അയാൾ എല്ലാ സാധനങ്ങളുടെയും കൂടെ റേറ്റ് പറഞ്ഞിട്ട് ഇത്രയായി എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ടോട്ടൽ കൂട്ടിയിട്ട് ആ ഒരു പൈസ എത്രയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ഇത്ര ബോധമില്ലെങ്കിലും നിനക്ക് നല്ലതായിട്ട് തെളിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, എല്ലാം അറിയാമല്ലോ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി ഓക്കെ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും വിൻഷിയാണെന്ന്. അപ്പോൾ ഈ വിൻഹു ആരാണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ട്വിൻ സിസ്റ്ററാണ്, പാപം അവൾ ആരോ കൊന്നു, എനിക്കവരെ കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോൾ പ്ലേ കളിക്കുന്നത്. പക്ഷേ ശരിക്കും എനിക്കിങ്ങനെ റോൾ പ്ലേ കളിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ആദ്യമേ മനസ്സിലായി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കിപ്പം ഇത് ചെയ്തേ പറ്റും, എനിക്ക് നിന്നെ അറിയില്ല പോലെ നടന്നേ പറ്റും, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അവളുടെ ക്ലോസ് ആയിട്ട് പോയിട്ട് പറയുന്നുണ്ട്, നീ ഇതെല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായി, എന്താണ് നിൻ്റെ അവസാനം, നീ ഇനി റോൾ പ്ലേ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്
കിസ് ചെയ്യണത് പോലെ അവളുടെ അടുത്ത് വരുന്നത്. ഹീറോയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും. ഹീറോ ആണെങ്കിലും അവളുടെ അടുത്ത് നിന്റെ ഈ നാടകമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കിസ് ചെയ്യാൻ വേണ്ടി വരുന്നത് പോലെ വരുന്നത്. പക്ഷെ എന്നിട്ട് അവൻ ആ നെറ്റിയിലാണ് കിസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആവുന്നുണ്ട്. അവൾ നല്ല ഉറക്കമായിരിക്കും. ഇവനാണെങ്കിലും അവനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് ഷർട്ടിന്റെ ബട്ടണിനെ മൂരിയിട്ടിട്ട് അവൻ ആന്ന് വിളിക്കുന്നുണ്ട്. അവളാണെങ്കിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എണീക്കും. എന്നിട്ട് നീ എന്തെങ്കിലും എന്നെ ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഹീറോ പറയും, ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ നിനക്ക്, ആരെന്താ ചെയ്തത് നിനക്ക് അറിയില്ലേന്ന്. അപ്പം അവളാണെങ്കിലും എന്തു ചെയ്തു എന്ന് ടെൻഷനോട് ചോദിക്കും. അപ്പം അവനാണെങ്കിലും ഒന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഇന്നലെ നീ കുടിച്ച് ബോധമെല്ലാം പോയി, പിന്നെ ഇവിടുത്തെ ക്ലീനറിനെ ചേച്ചിയെ വിളിച്ചിട്ടാണ് നിന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിന്നെ ഇവിടെ കിടത്തിയതാണെന്ന് പറയും. അപ്പോഴാണെങ്കിലും അവള്, നീ എന്നാലും വേറെന്തെങ്കിലും ഞാൻ ഉറക്കത്തിൽ പറഞ്ഞോ, നീ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന്. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ അവൾക്കാണെങ്കിലും ടെൻഷൻ വരും, അയ്യോ ഞാൻ ഇനി എൻ്റെ വെള്ളമടിച്ചതിൻ്റെ അതിൽ ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഓഫീസിൽ പോയിട്ടാണെങ്കിലും അവൾക്ക് ഒരു സ്വസ്ഥത കാണത്തില്ല, ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു ഫയലും കൊണ്ടിട്ട് കാണാൻ പോയി ചുമ്മാ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബോസ് ഇന്നലെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടി വെള്ളം വീഴുന്നുണ്ട് അവളുടെ ദേഹത്ത്. എന്നിട്ട് അവളാണെങ്കിലും അത് തുടച്ചു കൊടുക്കുന്നത് പോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പം വേറൊരു സ്റ്റാഫ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് പോലെ മുകളിലോട്ട് കയറി ഇരുന്നിട്ട് പറയും, ഞാൻ ഇന്നലെ എന്താ പറഞ്ഞതെന്ന്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ട് മാറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ ഫോണിൽ പറഞ്ഞതിനെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിനെ അവൾക്ക് കാണിച്ചു കൊടുക്കും. അത് കണ്ടിട്ട് ഇത്രയേ ഉള്ളായിരുന്നു, ഇതിനാണോ എന്ന് പറഞ്ഞും കൊണ്ട് അവൾ അതിനവൻ തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവളും അവനായിട്ട് നിൽക്കുന്നത് കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിന് ഇഷ്ടമില്ലാത്ത അവളുടെ അടുത്ത് വന്നതൊക്കെ പറയുന്നുണ്ട്. ഇവക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇവളെന്താ അവൻ്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നത്, ഇവളിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളൊരു പാർക്കിങ്ങിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഫയലിനെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ആ സയാനൂട്ട് എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മുടെ കമ്പനിയുടെ പേരിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, ആ ഒരു മീറ്റിങ്ങിൽ കൊടുക്കേണ്ട ഫയലാണിത്, അവിടെ കൊണ്ട് മാനേജറിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ ഫയലും കൊണ്ടിട്ട് ആ സയാനൂട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അവളവിടെ പോയി നോക്കുമ്പോഴാണെങ്കിൽ അവൾ ഒരു ബാറിൽ വന്നിട്ടുണ്ടാവില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നത്. അവൾക്കാണെങ്കിൽ അകത്തോട്ട് കയറി നോക്കുമ്പോൾ ആരും കാണത്തില്ല, എല്ലാ റിസ്ട്രിക്ഷൻസ് ആണ് ബോർഡ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവൾക്ക് മനസ്സിലാവും നമ്മുടെ കൊലീഗ് അവൾക്കൊരു പണി കൊടുത്തതാണെന്നുള്ള കാര്യം. അവളാണെങ്കിലും ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഓരോരുത്തരോട്ടേ കയറി പോകുന്നുണ്ട്. ശരി, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് അവളുടെ ഓഫീസിലുള്ള കുറേ വലിയ ബോസുകളും പിന്നെ ആ ഹോട്ടലിൽ കണ്ട DJ അയാളുമായിട്ട് വരുന്നത് കാണുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് ഇങ്ങനെ സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കും. അവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണീനെ ഒയിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇതെല്ലാം ക്ലിയർ ആയിട്ട് കേട്ടു വയ്ക്കുക. അപ്പോൾ ഇവരെന്തോ വലിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അവൾ ഉറപ്പാക്കി. എന്നിട്ട് ആ ഒരു ബോസാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തിറങ്ങണമല്ലോ, അതിനകത്ത് അകപ്പെട്ടു പോയില്ലേ. അതുകൊണ്ട് തന്നെ DJ ആളുടെ നേരത്തെ കത്തി വെച്ചിട്ട് എന്നെ പുറത്ത് കൊണ്ടുപോയില്ലേ ഞാൻ നിന്നെ കൊല്ലും, അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ DJയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ DJ അവളുടെ നോക്കിയിട്ട് തലയിൽ ഒരു കൈ കാണിച്ചൊരു ആക്ഷൻ കാണിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളാണ് ഇനി ഭയങ്കര ബുദ്ധിമതിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവനോട് ഇനി സംസാരിക്കണമെങ്കിൽ ഞാൻ ഇനി സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളും പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൾ തിരിച്ചു വന്ന് അവൾ ആ ഒരു സ്ഥലത്തോട്ട് പറഞ്ഞു വിട്ട കൊലീഗിൻ്റെ അടുത്ത് വന്ന്, നീ എനിക്ക് പണി തന്നതല്ലേ, നീ എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അവളാണെങ്കിലും പണി എന്നതാണെങ്കിലും നിനക്ക് തെളിവൊന്നും ഇല്ലല്ലോ പറയാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, ആര് പറഞ്ഞു തെളിവില്ലാന്ന്. അങ്ങനെ കാണിച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൾ ഫയലും കൊടുത്ത് പോകുന്ന സമയത്ത് ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും ഇവർ സംസാരിച്ചിട്ടുണ്ടാവുക. ആ ഒരു ക്യാമറയിൽ നമ്മളുടെ സംസാരിക്കുന്നതെല്ലാം വീഡിയോ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യും, ആ ഒരു കാറുകാരൻ്റെ പിറകെ നിന്ന് ഓടുന്നുണ്ട്. ആ സമയം കറക്റ്റായിട്ട് അവിടേക്ക് ലിൻ വരുന്നുണ്ട്. ലിനോട് എനിക്കൊരു ഹെൽപ്പ് വേണം, ആ ഒരു കാറിനെ ഫോളോ ചെയ്യാൻ പറയുന്നതാണ്. ലിന്നാണെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ആ കാറിനെ ഫോളോ ചെയ്ത് ആ കാറുകാരൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിച്ച് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഹീറോയിന് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഫയൽ കൊടുക്കുന്ന ആ ഒരു വീഡിയോ തന്നെ കിട്ടുന്നത്.
എന്നിട്ട് അവളോട് ഇനി എൻ്റെ വഴിയിൽ നീ കുറുക്ക വരില്ല, എൻ്റെ അടുത്ത് നീ പ്രശ്നം ചെയ്താൽ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിലും പേടിച്ചിട്ട് ഇനി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് സോറി ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും വീട്ടിൽ വന്നതിന് ശേഷം ഒരു മനസമാധാനവും കാണത്തില്ല. ആ കമ്പനിയിൽ എന്താ നടക്കുന്നത്, എൻ്റെ ചേച്ചിയും ബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ അന്വേഷിച്ചല്ലോ, അതാരാണ്, ഈ കമ്പനിയെ മൊത്തം കൈക്കകത്ത് വെച്ച് രാജാവായിട്ട് ഭരിക്കുന്നത് ആരാണ് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ സമയമാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വേണ്ടത്. അവൾ സിയാനൂണ്ട് ഹോട്ടലിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന നമ്മുടെ ലിന്നിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ലിന്നിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ലിന്നിൻ്റെ റൂമിൽ തന്നെ കള്ളത്തരം കാണിച്ച് പോകുന്നുണ്ട്. അവിടെ പോയി ഒരു ഫയലിനെ തപ്പി നടക്കുമ്പോഴാണ് അവിടെ ഉള്ള ഒരു മാനേജറിനെ അവൾ കാണുന്നത്. ആ മാനേജർ ആണെങ്കിൽ അവളെടുത്ത് നീ എന്തിനാ എപ്പോഴും എൻ്റെ ലൈഫിൽ കുറുക വരണത് എന്ന് ചോദിക്കാം. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും മനസ്സിലാവാതെ നീ എന്തായി പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചിയും ഇവളും ഒന്നിച്ചാണ് ഈ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിൽ രാത്രിയും പകലും ഒന്നില്ലാണ്ട് ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇവളാണെങ്കിലും അത്ര ഭയങ്കര വർക്കൊന്നും ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ചധികം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിക്ക് ആക്സിഡൻ്റ് ആയി കുറച്ച് ദിവസം ലീവായിരുന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്തു, അവിടുത്തെ മാനേജറായിട്ട് മാറി അവളുടെ ആ ഒരു പോസ്റ്റിങ്ങിൽ. അങ്ങനെയാണ് ഇവൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവൾക്ക് ടെൻഷൻ, ഇപ്പോൾ എനിക്ക് പ്രൊമോഷൻ കണ്ട് നീ എന്നെ ഡിപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലും അയ്യേ എനിക്കിതൊന്നും എൻ്റെ വിഷയമേ അല്ല, നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. അപ്പം നമ്മുടെ മാനേജറിനാണെങ്കിലും ഒന്ന് പോയി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം നീ എന്നെക്കാളും പോസ്റ്റിൽ കൂടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല, എനിക്കൊരു ഡേറ്റിംഗ് പോലും ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ചിരിച്ചിട്ട് പറയും, ഓ അപ്പം അതാണോ നിൻ്റെ പ്രശ്നം, നിനക്ക് ഡേറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ബോയ് ഫ്രണ്ട് ഇല്ല എന്നുള്ളതാണോ, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുറച്ചധികം ബോയ്സിനെ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മളുടെ മാനേജറിൻ്റെ കൂടെ നിന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഇത് നിനക്ക് ആരെ വേണമെങ്കിൽ നീ കറക്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവരുടെ കൂടെ വിട്ടിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു മനസ്സമാധാനം കാണത്തില്ല. ലിൻ എന്തിനാ അവിടെ ഇരുന്നേ എന്നുള്ളത് അവനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവൾ കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കത്തില്ല. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. ഹീറോയിനെ വിളിച്ചത് അവൻ കോൾ ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയും, എന്താ നിൻ്റെ പ്രശ്നം എന്താന്ന് എന്നോട് പറ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയും. അപ്പം ഹീറോയിനാണെങ്കിലും നീ എങ്ങനെയാണ് ഇത്രയും ഉറപ്പ് വർക്കുന്നത്, ഒരു സത്യം നിനക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ഞാൻ പറയുന്ന വാക്ക് ഒരിക്കലും പാലിക്കാതിരുന്നിട്ടില്ല, ഓരോ പ്രാവശ്യം ഒഴികെ. ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇനി ഞാൻ ചൈനയിൽ വന്നാൽ നിന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ആ ഒരു പെൺകുട്ടിയുടെ നമ്പർ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിന് മനസ്സിലാവും ഇവ മനഃപൂർവ്വം വിളിക്കാത്തതല്ല, നമ്പർ മിസ്സായതുകൊണ്ടാണെന്ന്. എനിക്കൊരു ചാൻസ് കൂടെ കിട്ടുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് അവളുടെ ഫോൺ ബില്ലടിക്കുന്നുണ്ട്. ആരെന്നൊക്കെ ലിന്നായിരിക്കും. നീ എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഞാനിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറയും. നമ്മുടെ ഹീറോയിനാണെങ്കിലും നമ്മുടെ ഹീറോയുടെ ഫീലിങ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ ശരി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ വരുമ്പോൾ നമ്മുടെ ലിന്നാണെങ്കിൽ അവളുടെ സ്വിമ്മിങ് സ്കില്ലിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയിന് സ്വിമ്മിങ്ങേ അറിയത്തില്ല, അവളുടെ സിസ്റ്ററിനാണ് സ്വിമ്മിങ് അറിയാമെന്നുള്ളത്. നമ്മുടെ ലിന്നാണെങ്കിൽ അത് മനസ്സിലാവാതെ ഇവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് നിനക്ക് സ്വിമ്മിങ്ങിലുള്ള സ്കില്ലുണ്ടല്ലോ, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പെട്ടു. എന്നിട്ടാണ് ഭയങ്കര കോമഡി, കുഞ്ഞു പിള്ളേരെ നീന്തൽ പഠിപ്പിക്കുന്ന പോലെ അവളാണെങ്കിൽ ആ റിങ്ങിനകത്ത് കയറിയിരുന്നുകൊണ്ട് നീന്തൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ലിന്നിനാണെങ്കിൽ മനസ്സിലാവും ഇതെന്തായാലും എൻ്റെ ഗേൾഫ്രണ്ട് അല്ല, അവളുടെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം. എന്നിട്ട് നമ്മുടെ ലിന്നാണെങ്കിലും അത് മനസ്സിലായി അവ അങ്ങനെ ദയനീയമായിട്ട് നോക്കും. എന്നിട്ട് അവൻ്റെ ഗേൾഫ്രണ്ട് എങ്ങനെയാണ് നീന്തിക്കൊണ്ടിരുന്നതെന്നുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പോകാൻ പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഹെൽപ്പിന് വേണ്ടി കൈ നീട്ടുന്നുണ്ട്. നമ്മുടെ ലിന്നാണെങ്കിലും കൈ നീട്ടാൻ പോണത് പോലെ പോകും. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്, ഇതൊരു ഗേൾഫ്രണ്ട് അല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അവൻ കൈ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ആ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഹീറോയിന് മനസ്സിലാവും ഇവൻ നമ്മളെ സംശയിക്കുന്നു എന്നുള്ള കാര്യം, ഇവനെല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം. അവളാണെങ്കിൽ പുറത്തോട്ട് പോകുന്നതിന് മുന്നേ അവൻ്റെ പേഴ്സിൽ നിന്ന് ആ സയനോഡ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കയറണമെങ്കിൽ എൻട്രി പാസ് വേണം. ആ ഒരു പാസ് അവൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തിട്ടാണ് അവൾ പോകുന്നത്. എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഹീറോയിലൂടെ അകത്തോട്ട് നീ വരണ്ട, ഞാൻ മാത്രം പോവാന്ന് പറഞ്ഞ് പുറത്ത് നിർത്തിയിട്ട് അവൾ അകത്ത് കയറുന്നുണ്ട്.
ആ സമയമാണെങ്കിൽ അവളുടെ കമ്പനിയുടെ ബോസ് അവിടെ നിൽക്കുന്നത് കാണും. അയാളാണെങ്കിൽ ഒരു ഫയലിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മുടെ ഹീറോയിൻ അയാൾ മാറിയതും എടുത്തതുപോലെ എടുത്തിട്ട് തിരിയുമ്പോഴേക്കും ബോസ് പറയുകയുണ്ടായിരിക്കും, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് കുറയും. എന്നിട്ട് അവളെ കെട്ടി അവിടെ ഒരു കസേരയിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവളെ കൊല്ലാൻ വരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ വന്ന് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കും, നല്ല ഫൈറ്റിംഗ് നടക്കും. എന്നിട്ടാണ് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാകത്തില്ലേ, ആ പേപ്പർ ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് താഴത്തോട്ട് തെറിച്ച് പോകുന്നുണ്ട്. ആ സമയം ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നിടത്ത് ഈ ഒരു എപ്പിസോഡോടെ കംപ്ലീറ്റ് ആവും. നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു വണ്ടി അവൻ ഇടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഹീറോയിനാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. അവളിങ്ങനെ സ്റ്റണ്ണിങ് ആയി നിൽക്കും. ആ വാൻ പോയ ശേഷമാണ് കാണുന്നത് നമ്മുടെ ഹീറോ വീണിട്ടുണ്ടാവുക അപ്പുറത്തെ സൈഡിലായിരിക്കുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടാവില്ല. ഹീറോ ആണെങ്കിൽ ആ പേപ്പർ എടുത്ത് വെച്ചിട്ട്, ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ വന്നതെന്ന് ചോദിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിലും അവൻ്റെ അടുത്തോട്ട് പോയിട്ട്, ഞാൻ ഒത്തിരി പേടിച്ചു പോയി, എനിക്കിഷ്ടമുള്ള ഒരാൾ വീണ്ടും എനിക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട്, ഈ പേപ്പറിന് വേണ്ടിയിട്ടല്ലേ നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അതെ ഈ പേപ്പറിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് പോയി അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എൻ്റെ ചേച്ചി മരിച്ചുപോയി, അവൾ എങ്ങനെയാണ് മരിച്ചത്, എന്തിനാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ഞാനല്ലാണ്ട് എനിക്കിങ്ങനെയൊന്നും ആയിരിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് അവൻ ആ പേപ്പറിനെ പെട്ടെന്ന് കത്തിച്ച് കളയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിലും ഞെട്ടിയിട്ട് അവളെ ഭയങ്കരമായിട്ട് അടിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് അവരെ കമ്പനിക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അവന് ആ ഒരു ചെയ്യാൻ പറഞ്ഞത് തന്നെ ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ലിന്നാണ്. ഈ ഒരു കമ്പനിയെ രഹസ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ബോസ് എന്ന് പറയുന്നത് ലിന്നായിരിക്കും. ലിന്നിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഹീറോ പോലും ഈ ഒരു കാര്യത്തിന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ലിന്നാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളത് നമ്മളെ ഹീറോയ്ക്ക് പോലും അറിയത്തില്ല. പോരാത്തതിന് നമ്മളുടെ ഹീറോയിൻ അവൻ്റെ പേഴ്സിൽ നിന്ന് ആ ഒരു കാർഡ് എടുത്ത കാര്യം പോലും നമ്മുടെ ലിന്നിന് മനസ്സിലായിട്ടുണ്ട്. അവനാണെങ്കിലും എല്ലാം അറിഞ്ഞു വെച്ചു. അവൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് മണി എല്ലാം വൈറ്റാക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ അതിനിടയിൽ ആരൊക്കെ അറിയുന്നു അവരെയൊക്കെ കൊല്ലുകയാണ് നമ്മുടെ ലിൻ ചെയ്യുന്നതെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ റൂമിൽ കെട്ടിയിട്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവനോട്ട് വഴക്ക് പറയുകയാണ്, നിനക്ക് എന്താ മനസാക്ഷിയില്ല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ചേച്ചി ആരോ കൊന്നു, അതെനിക്ക് കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും അവളുടെ അടുത്ത് വന്നിട്ട്, ശരി നിനക്ക് കണ്ടുപിടിക്കണമല്ലേ, നിനക്ക് ഞാൻ 2 ചോയ്സ് തരാം, അതിലേതെങ്കിലും ഒന്ന് നീ ചൂസ് ചെയ്തേ പറ്റൂ. ഒന്ന്, നീ ഈ കമ്പനി വിട്ടിട്ട് എന്നത്തേക്കുമായിട്ട് റിസൈൻ ചെയ്ത് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഫിയാൻസി ആയിട്ട് എൻ്റെ കൂടെ ജീവിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ നിനക്ക് ജീവനോടെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. നിനക്കെന്താ വിവരമില്ലേ, ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നും കമ്പൽ ചെയ്യുന്നില്ല, നിനക്ക് ഈ കമ്പനിയിൽ ഇരിക്കണമെങ്കിൽ നീ എൻ്റെ ഫിയാൻസി ആയിട്ട് വാ, ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇത് വിട്ടുപോ, എങ്കിലും നിനക്ക് ജീവനോടെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നീ ഓർത്തോ എന്ന് പറയും. നമ്മുടെ ഹീറോയിനാണെങ്കിലും ശരി ഓക്കെ ഞാൻ നിൻ്റെ ഫിയാൻസി ആയിട്ട് ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓ നിനക്ക് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനായിട്ടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലോട്ട് നമ്മുടെ ഹീറോയിനും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. എന്നിട്ട് ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ഹഗ് ചെയ്യുന്നത് നമ്മുടെ ലിന്നും കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരുമാതിരിയാവും. എന്നിട്ട് അവനാണെങ്കിൽ ലിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ലിൻ പറയും, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്നെ ഇഷ്ടമല്ല, അവൾക്ക് നിന്നെയാണ് ഇഷ്ടം എന്നുള്ളത് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് നല്ലവനെ പോലെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു ഗിൽറ്റ് അവനുണ്ട്. എന്നാൽ നമ്മുടെ ലിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യും, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചു വിടുകയാണ്. ലിനിന് നമ്മുടെ ഹീറോയുടെയും പാസ്റ്റിനെ പറ്റിയിട്ട് അറിയാം. പിന്നെ നമ്മുടെ ഹീറോയിൻ കൂടെ കാറിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. നാളെ ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് കേട്ടിട്ട്, അതെ ഞാനും കൂടെ നാളെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി നിനക്ക് വരണമെങ്കിൽ വരാം, പക്ഷെ അതിന് വേണ്ടി ഇന്ന് രാത്രി എന്നോട് ഡിന്നറിന് ഇരിക്കണമെന്ന്. അപ്പം അവളാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യ മോഹഭാവത്തായിരിക്കും ഇരിക്കുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നുകൂടെ, എനിക്ക് ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നുകൂടെ എന്ന്. അപ്പോൾ അവളാണെങ്കിലും പറയും, ഓ എനിക്ക് നിന്നെ പോലെ ഇങ്ങനെ അഭിനയിക്കാൻ അറിയില്ല എന്ന്. അപ്പോൾ ഹീറോ പറയും, ശരി നീ അഭിനയിക്കേണ്ട, കുറച്ച് സിൻസിയാരിറ്റി ഇങ്ങനെ കാണിച്ചുകൂടെയും ചോദിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉടനെ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇത്രയും സിൻസിയാരിറ്റി മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഹീറോ പറയും, ഇത്രയും സിൻസിയാരിറ്റി ഒന്നും വേണ്ട, കൊണ്ട് മാറിയിരിക്കാൻ പറയും.
എന്നിട്ട് അവനാണെങ്കിലും പോയി കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ അവിടെ കമ്പനിയിൽ ഇരിക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് ലിൻ വരുന്നുണ്ട്. ലിൻ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഒരുമാതിരിയാവും. ആ സമയം നമ്മൾ ലിൻ പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ നിന്നെ റിലേഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാം, പാസ്റ്റൊക്കെ പാസ്റ്റല്ലേ, വിട്ട് കളയാം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഫ്രണ്ട്സ് ആവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ എന്നാലൊന്നും പറഞ്ഞ് അവൾ പറഞ്ഞു വിടുമ്പോൾ അവനാണെങ്കിലും നിനക്ക് സിയാവോട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമല്ലേ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ശരിക്കും എന്നെ കൊണ്ടുപോകുമോ? അപ്പോൾ അവനും പറയും ശരി ഓക്കെ, ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ നിനക്ക് അയക്കാം. അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഹീറോയിൻ്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരിക്കും. നമ്മുടെ മാനേജർ പെങ്കൊച്ചില്ലേ, അവളായിരിക്കും ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയം അവിടുത്തെ ഫയർ അലാറം അടിക്കുന്നുണ്ട്. എല്ലാവരും എണീറ്റ് ഓടുന്നുണ്ട്. ആ സമയം ഹീറോയിൻ വീഴുമ്പോൾ ഹീറോ ആണ് വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവളാണെങ്കിലും നീ ഇങ്ങനെ അഭിനയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയും. ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയും. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ആ ഒരു മാനേജർ പെങ്കൊച്ചാണെങ്കിൽ എടി ആ പേപ്പർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അവിടെ ഹീറോയിനാണെങ്കിൽ ആ പേപ്പർ എടുക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും അവളുടെ ദേഹത്തോടെ ഒരു വലിയ കപ്പോട്ട് മറിഞ്ഞു വന്ന് വീഴാൻ പോകും. അത് നമ്മുടെ ലിന്നാണ് വന്ന് തടയുന്നത്. അവൻ്റെ കൈയാണെങ്കിലും വെച്ചാണ് തടഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ കൈ നോക്കുമ്പോൾ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. അയ്യോ നിൻ്റെ കൈ മുറിഞ്ഞോ നോക്കി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനാണെങ്കിൽ അവളുടെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ കാണും. അപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കാനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഹീറോയുടെ അടുത്താണ് ഹെൽപ്പ് ചോദിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനതുപോലെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയും ഭയങ്കര ദേഷ്യമായിരിക്കും ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് നിനക്ക് ആ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോയിനാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി, അവൻ എനിക്ക് വേണ്ടിയാണ് അവൻ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാനതിന് നന്ദി ഇങ്ങനെ കാണിക്കണ്ടേ, കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇത് ചെറിയൊരു കാര്യത്തിനെ പോലും ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കും. കപ്പിൾസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഹീറോ അവളെ കിസ് ചെയ്യണത് പോലെ പോകുന്നുണ്ട്. ആ സമയം അവളുടെ തോളിൽ കുറച്ച് മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവൾ ആന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹീറോ സോറി എന്ന് പറഞ്ഞിട്ട് മാറുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോ മരുന്ന് വയ്ക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും നീ ഇങ്ങനെ അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ആണെങ്കിലും മരുന്ന് വെച്ചുകൊടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഞാൻ നീ അഭിനയിക്കുന്നതായിട്ടാണ് നിനക്ക് തോന്നിയതെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഒരു പാർട്ടിയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ബുദ്ധിപരമായിട്ട് അവളെ നൈസ് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരുമായിട്ട് വരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് നീ അങ്ങ് അകത്തോട്ട് വന്നാൽ ശരിയാവില്ല, നീ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ അതൊന്നും പറ്റില്ല, ഞാൻ വരും, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ അവിടെ കെട്ടിയിടുന്നതാണ്. എന്നിട്ട് പറയും നീ അതിനകത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ പോകത്തില്ല എന്ന്. എൻ്റെ ഹീറോ പോകുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഒരു പെൺകുട്ടി കാണുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഹീറോ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക്സ് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അവളും അത് കുടിക്കും. ഇനി നമ്മുടെ പാർട്ടിയിലുള്ള DJ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് വരുന്നുണ്ട്. ആ ശബ്ദം വാഷ്റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അവൻ അങ്ങ് പോയി നോക്കും. അപ്പോൾ ഒരു ആൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ നോക്കിയായിരിക്കും. അപ്പോൾ അവനാണെങ്കിലും അവൻ അടിച്ചിട്ട് നമ്മുടെ DJ ഹീറോയിനെയും കൊണ്ട് അവൻ്റെ പബ്ബിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവൾക്ക് വെള്ളം കൊടുക്കാൻ നോക്കുമ്പോൾ അവൾ കുടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെയ്തതുപോലെ അവൻ്റെ വായിലെടുത്തിട്ട് അവളുടെ വായിലോട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആ സമയം മൊത്തം നമ്മുടെ ഹീറോയുടെ ഓർമ്മയാണ് വരുന്നത്. കാരണം ഞാനല്ലേ അവൻ അങ്ങനെ കൊടുത്തത്, ഇത് ഹീറോ തന്നെയാണോ എന്നൊക്കെയുള്ള സംശയമായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾക്ക് ഓർമ്മ വരുന്ന സമയത്ത് അവളാണെങ്കിൽ ആലോചിക്കും ഇത് ഹീറോ ആണോ, ഞാനല്ലേ ഹീറോയ്ക്ക് അത് കൊടുത്തത് എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് അവൾ ഓടി ആ ഒരു പ്രോഗ്രാം നടക്കുന്ന അവിടുത്തെ വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. ഓ നീ വന്നോ, നിൻ്റെ കറക്കമെല്ലാം കഴിഞ്ഞ് എത്തിയോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിലും നീ കാരണം എനിക്ക് എന്ത് വലിയ പ്രശ്നമാണ് വന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറാൻ നോക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിലും ഓ നീ പറയുന്നത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാനിൻ്റെ അടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ നീട്ടുന്നുണ്ട്. നിൻ്റെ കൈ കൊണ്ട് ഈ ക്യാനിൽ അണഞ്ഞു കഴിഞ്ഞാൽ നീ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കാന്ന്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ച് കണ്ണടയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ അവൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഒരു ക്യാൻഡിലിനെ അണയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ പറയണ പോലെ ഇരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ലോഡ് കണക്കിന് ക്യാൻഡിൽസ് ആയിരിക്കും കൊണ്ടുവരാമെന്ന് തന്നെ പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഈ ഒരു ഓഫീസിനകത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ഇല്ലേ, അവനാണെങ്കിൽ എന്തോ ഒരു ഡോക്യുമെൻ്റ് ആരും അറിയാതെ എടുക്കാൻ നിൽക്കുകയായിരിക്കും. ആ സമയം എവിടേക്കും മാനേജർ പെങ്കൊച്ചും വരുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ വരുന്നുണ്ടായിരിക്കും. ആ ശബ്ദം കേട്ട് മാനേജർ അവളിനെ
ഒളിച്ചിരിക്കുന്നിടത്തോട്ടാണ് എത്തുന്നത്. രണ്ടുപേരും കൂടെ ഒന്നും മിണ്ടാതെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറൊരു സ്റ്റാഫ് വന്ന് എന്തോ ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഉടനെ തന്നെ പോകും. നമ്മുടെ ലിന്നാണെങ്കിലും അവൻ്റെ അടുത്ത് ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അതിങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് മേടിക്കും. എന്താ മോനെ ഇത്രയ്ക്ക് പേടിയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു പയ്യൻ്റെ ആണെങ്കിൽ ചെവിയൊക്കെ നന്നായിട്ട് മുഖവും ചുമത്ത് വരുന്നുണ്ട്. ഈ പെൺകൊച്ചും ഈ ഒരു കമ്പനിയിലാണോ എന്ന് അവൻ ആലോചിക്കും. അടുത്ത ദിവസം നമ്മുടെ ആ ഒരു ലിന്നിന് വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഒത്തിരി കോഫീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആരാ ഇവർക്ക് ഇത്രയും കോഫി കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ആ സമയം നമ്മുടെ ഈ അസിസ്റ്റൻ്റ് പയ്യനാണെങ്കിൽ സുന്ദരനായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ലിന്ന ചോദിക്കും, നീയാണ് എനിക്ക് വേണ്ടി ഇത്രയും കോഫിയൊക്കെ ഓർഡർ ചെയ്തത്? എന്നെ സെറ്റാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അസിസ്റ്റൻറ്റും പറയും, അങ്ങനെയൊന്നുമല്ല, ഇന്നലെ എനിക്ക് നീ ഹെൽപ്പ് ചെയ്തില്ലേ, ഇന്നലെ നീ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ആ സമയത്ത് അവിടെ പിടിക്കപ്പെടുമായിരുന്നു എന്ന്. അപ്പോൾ അവളാണെങ്കിലും നീയും എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, ശരി എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ, നമുക്ക് ഒരു ദിവസം ലഞ്ച് കഴിക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ ഹീറോയിനെ കാണിക്കും. അവളാണെങ്കിൽ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവുന്നു അവൾ വെച്ച് റെക്കോർഡിങ് വെച്ച് രഹസ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ആ സമയം നമ്മുടെ ഹീറോ അവളുടെ അടുത്തോട്ട് വന്ന് മുഖത്തോട് മുഖം ചേർത്ത് നിൽക്കും. അവളാണെങ്കിൽ ഭയങ്കര ഷോക്ക് ആവുന്നിടത്ത് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ആ ഒരു ഹാളിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് അവൾ വെച്ചിട്ടുള്ള ക്യാമറ വെച്ചിട്ട് അവൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മാഡം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഉടനെ അവളാണെങ്കിൽ ആ ഹെഡ്സെറ്റൊക്കെ എടുത്ത് മാറിയിട്ട് പറയും, ഞാനൊരു സ്റ്റോറി എഴുതുകയാണ്. സ്റ്റോറി എഴുതുന്നു, അതിനെന്തിനാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുമ്പോഴേക്കും അവൾ ആ ലാപ്ടോപ്പിനെ അടച്ചു വയ്ക്കുന്നുണ്ട്. അതെന്തിനാണ് എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ല, നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും അവൾ എന്തോ കുരുത്തക്കേട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അടുത്ത് നമ്മുടെ ലിന്നിനെയാണ് കാണിക്കുന്നത്. അവനെ കാണാൻ വേണ്ടി അവൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരിക്കും. അല്ല അച്ഛൻ എന്താ ഇപ്പോൾ വന്നതെന്ന് അവനിങ്ങനെ പേടിച്ച് ചോദിക്കും. ഇല്ല, എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, നിനക്ക് 2 മറുപടി തരാൻ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തടിയെടുത്ത് അവൻ്റെ തലക്കിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് എന്തിൻ്റെ കേടാ, നീ ആ പെണ്ണിനെ വെറുതെ വിട്ടിരിക്കുകയല്ലേ, നിനക്ക് എങ്ങനെ അതിന് പറ്റുന്നത്, പോരാത്തതിന് നിന്റെ കൂട്ടുകാരൻ്റെ കൂടെയല്ലേ അവൾ കറങ്ങുന്നത്, അതിനൊക്കെ കാരണമുണ്ടോ, ഞാൻ അവരൊന്നും ചെയ്യാത്തതിന് കാരണമുണ്ടെന്ന് പറയും. അപ്പോൾ പപ്പയാണെങ്കിലും പറയും, നിനക്ക് അതിൻ്റെ കാരണമൊന്നും എനിക്കറിയണ്ട, എത്രയും പെട്ടെന്ന് അവളെ നീ തീർത്തേക്കണം, എനിക്ക് വേറെ ഒന്നും അറിയണ്ടെന്ന് പറയും. നമ്മുടെ ലിന്നാണെങ്കിലും ഭയങ്കര വിഷമത്തിൽ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ കുളിച്ചിട്ട് വരുന്നുണ്ടായിരിക്കും. അവളും കണ്ടുപിടിച്ചു എന്നുള്ള പേടിയിൽ വരായിരിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, നീ ഇത്രയും വലിയ രഹസ്യം ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. അവളാണെങ്കിൽ ഞെട്ടിപ്പും എല്ലാം കണ്ടുപിടിച്ചു എന്ന്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, ഇല്ല, നീ സെൽഫി എടുക്കുമ്പോൾ ഇത്രയും ക്യൂട്ടാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവളും പറയും, നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടൊക്കെ എന്നെ ക്യൂട്ടായിട്ട് തോന്നും, അല്ലാണ്ട് വേറൊന്നും ആയിരിക്കില്ല എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട്. ലിന്നായിരിക്കും വിളിക്കുക. എൻ്റെ മനസ്സ് ശരിയല്ല, നീ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചിട്ടില്ലേ, അപ്പോൾ ഇത്ര രാത്രിയായില്ലേ എന്ന് പറയാം. ഇനി നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിച്ച് ലിന്നിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. നീ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എൻ്റെ ഷോൾഡറിൽ നോക്കുമ്പോൾ എന്താ പറ്റിയ, നിൻ്റെ പപ്പ തന്നെ വീണ്ടും അടിച്ചോന്ന് ചോദിക്കും. അപ്പോൾ ലിൻ പറയും, അതൊന്നുമില്ല, സാരമില്ല എന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ, ശരി, നിനക്ക് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറയും. നമ്മുടെ ഹീറോയെ സംബന്ധിച്ച് ലിൻ എന്ന് പറയുന്നത് അവൻ്റെ കൂടെ പിറന്ന സഹോദരനെ പോലെയാണ്. പക്ഷെ അവനാണ് നമ്മുടെ ഹീറോയെ ചതിച്ചുകൊണ്ട് ഇത്രയും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ സിയാമിൽ നമ്മുടെ ഹീറോയിന് ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വിളിക്കും. എന്നിട്ട് ആ ഒരു പെൺകൊച്ച് ചെയ്തേക്കണത് കണ്ടോ, അവളിവിടെ ക്യാമറ വെച്ചിരിക്കുന്നു, ഇതിനൊരു ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ഒരു കാരണവശാലും അവൾ അത് ചെയ്യത്തില്ല എന്ന്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് അറിയാം അവളാണ് അത് ചെയ്തതെന്ന്, പക്ഷെ അവനാണെങ്കിൽ അവൾ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അവർ പറയും, അങ്ങനെയാണോ, അവൾ ചെയ്തതല്ലേ, ശരി ഓക്കെ, ഈ ക്യാമറ എന്തായാലും ഒരു ലാപ്ടോപ്പുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, അത് ആരുടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചറിയാമല്ലോ എന്ന് പറയും. എന്നിട്ട് അവരാണെങ്കിലും ആ ഒരു ക്യാമറ ഏത് ലാപ്ടോപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം അത് കാണിക്കുന്നത് അങ്ങ് പുറത്ത് ഒരു സ്ഥലത്തുള്ളതായിരിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ അവൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതെങ്ങനെ നോക്കിയാലും അവളുടെ അടുത്തോട്ട് തന്നെ വരും എന്നറിയാമെന്നുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ഡയറക്ഷനൊക്കെ മാറ്റി ആ ഒരു സൈറ്റ് തന്നെ മാറ്റി ഒരു ബാഗായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം അവളാണ് ചെയ്തതെങ്കിലും പക്ഷെ അവൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഹീറോ പറയും, കണ്ടോ, അവളല്ലേ, അവൾ ഇതൊന്നും ചെയ്തില്ല, അവൾ നല്ല പെൺകുട്ടിയാണെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ നമ്മുടെ ലിന്നിൻ്റെ പപ്പയാണെങ്കിൽ, ഇപ്പം നീ അവളെ രക്ഷപ്പെടുത്തി, പക്ഷെ എല്ലാ സമയവും നിനക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു കണക്ഷനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞെട്ടിപ്പോയിരിക്കുകയായിരിക്കും.
അപ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഒരുമാതിരി ഇരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇനി എന്തായാലും എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, എപ്പോൾ നോക്കിയാലും നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നല്ല എൻ്റെ ജോലി. അപ്പോൾ നമ്മുടെ ഹീറോയിനും ചോദിക്കും, നീ എന്തിനാണ് എന്നെ രക്ഷപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, പിന്നെ ഞാൻ രക്ഷപ്പെടുത്താതെ വേറെ ആരെ രക്ഷപ്പെടുത്താനാണ്, ഇനി നീ എന്തായാലും 10 മാസത്തേക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ നിനക്ക് ലീവ് എഴുതി കൊടുത്തിട്ടാണ് വന്നതെന്ന്. ഉടനെ അവൾ പറയും, അതൊന്നും പറ്റത്തില്ല, എനിക്ക് ജോലിക്ക് പോകണമെന്നിട്ട് കോൾ ചെയ്യും, എനിക്ക് ജോലിക്ക് വരണമെന്ന്. അപ്പോൾ അവർ പറയും, നിങ്ങളുടെ ലീവ് അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾ 10 മാസത്തേക്ക് ജോലിക്ക് വരണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിൻ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ പറയും, ഓഹ് നിങ്ങളുടെ ഇത്രയും വലിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അടുത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ചേച്ചിയുടെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കുറേ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കുറേ ഫയൽസ് മിസ്സായിട്ടുള്ള കാര്യം അവൾക്ക് അറിയാൻ പറ്റുന്നത്. ഇതെന്താ ഇങ്ങനെ, അത് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജിൽ, നീ എന്നെ പറ്റിയാണ് ഈ കണ്ടുപിടിക്കാൻ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, ശരി നിനക്ക് എന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന ദിവസം വരാൻ പറയും. എവിടെ വരാൻ, നമ്മുടെ ഹീറോ അവളെ വിട്ടാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹീറോയിനെ ഓർത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും, ഒരു കോഫിയിൽ കുറച്ച് സ്ലീപ്പിംഗ് പിൽസൊക്കെ ഇട്ട് കലക്കിയിട്ട് വരും. എന്നിട്ട് പറയും, ഈ കോഫി കൊള്ളത്തില്ല, നീ നിനക്ക് വേണോ, നീ കുടിച്ചു നോക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും, ഓ എൻ്റെ വൈഫ് ഉണ്ടാക്കിയ കോഫി എന്തായാലും മോശമാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കും. ഇത് കൊള്ളാലോ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും, എങ്കിൽ പിന്നെ നീയേ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അടുത്ത രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഉറങ്ങിയെന്ന് നോക്കുമ്പോൾ അവൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരിക്കും. അവളങ്ങനെ പതുക്കെ പമ്മി ഇറങ്ങുമ്പോഴേക്കും അവളുടെ കാലിലോട്ടൊരു കൈ വന്ന് പിടിക്കുന്നുണ്ട്. നോക്കിയതാരാ, നമ്മുടെ ഹീറോ. എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുക. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അവൾ അവിടെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവളെ പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്കിപ്പോൾ ഞാൻ 2 ഓപ്ഷൻ തരാം, ഒന്ന് നീ പോയി കിടന്ന് ഉറങ്ങും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടേ ഇരിക്കുമെന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും കുടുകുടുകുടുന്ന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കും. ഹീറോ അങ്ങോട്ട് പോയത് നമ്മളെ ഹീറോയിൻ പുറത്തുപോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങും. പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻറ്റ്, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, ബോസ് പറഞ്ഞു നിങ്ങളപ്പോൾ കൂടെ ഇവിടെ വേണമെങ്കിലും പോരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് വിടരുതെന്ന്. അപ്പോൾ അവൾ പറയാം, അതിന് കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു വാക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അവൻ പറയും, ഇല്ല സാരമില്ല, ഞാനും കൂടെ വരുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ അവൾ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആരും നോക്കിയത് നമ്മുടെ ലീനയായിരിക്കും, മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ആണ് ഹീറോയിൻ്റെ അടുത്ത്, ശരി നമുക്ക് ആ ഒരു ബാറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അങ്ങോട്ട് പോകാമോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു മാസ്ക് വെച്ച പയ്യനെ കണ്ടുപിടിക്കാമല്ലോ എന്നുള്ള ഇതിൽ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ വരുമ്പോൾ നമ്മുടെ ലീനനെ കാണുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെ. നമ്മുടെ ലീനയാണെങ്കിലും അസിസ്റ്റൻറ്റിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഓ അപ്പോൾ ഇങ്ങനെ ഒരു കഥ കൂടെ ഇവിടെ നിന്ന് ഓടുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ശരി ഓക്കെ ഞാനൊന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന്. അവൻ്റെ പിറകെ നമ്മുടെ അസിസ്റ്റൻറ്റ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ അവൻ തടയുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. എനിക്കൊരു വൈൻ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീന ചോദിക്കുമ്പോൾ, നിനക്ക് തരാത്ത വൈനോ എന്നുള്ള രീതിയിൽ അവൻ വൈൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലൊഴിച്ചിട്ട് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കത് കൊടുക്കുമ്പോൾ അവളാണെങ്കിൽ പറയും, എനിക്ക് ആ വൈനല്ല ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലൊഴിച്ചിട്ട് ആ ഒരു വൈനിനെ അവൾ കുളിക്കുന്നുണ്ട്. നമ്മൾ ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് അവളുടെ ഓഫീസിലോട്ടായിരിക്കും. അവിടെ പോകുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, അവിടെ ഓഫീസിലുള്ള എല്ലാ ഫയലുകളും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ലോറിയിലോട്ട് ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണ്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ലോറിയിൽ അവൾ കയറുന്നുണ്ട്. അങ്ങനെ ആ ലോറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മാസ്ക് ഇട്ട പയ്യൻ ആ ലോറിയിലോട്ട് കയറുന്നത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കണ്ട് മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് കുറച്ച് ദൂരം പോകുമ്പം ആ ഡ്രൈവർ കാറിനകത്ത് ആരോ ഉണ്ടല്ലോ, ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ശരി വെയിറ്റ് ചെയ്യും, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇത് മാസ്ക് വെച്ച പയ്യൻ ഇവളാണെന്ന് അറിയാതെ അവളെ കുത്താൻ വരുന്നുണ്ട്. അവൾ പേടിച്ച് പിറകോട്ട് പോകുമ്പോൾ അവനാണെങ്കിൽ അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തായാലും എല്ലാം ചെക്ക് ചെയ്യ്, ഞാൻ ഉണ്ട് കൂടെ, ഞാൻ ആരോടും പറയില്ല എന്ന് സൈൻ ലാംഗ്വേജിൽ പറയുന്നുണ്ട്. അവനാണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുറേ ദൂരം പോകുമ്പോൾ ആ ട്രക്ക് നിർത്തും. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തിറങ്ങി വരും. അവനും പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ അവൻ്റെ അടുത്ത് പോയിട്ട് എന്താ കിട്ടിയെന്നുള്ളത് ചോദിക്കും. അവനാണെങ്കിൽ ആ ഒരു ബോക്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഫയലും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഹീറോ പറയും, ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു, ഇതിനകത്ത് ഒരു ഫയലും ഇല്ലയെന്ന്. നമ്മുടെ ഹീറോയിനൊന്നും മനസ്സിലാവത്തില്ല. അവരെല്ലാ ഫയലുകളും അവരറിയാതെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ഡമ്മി ഫയൽ മാറ്റലായിട്ടാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഹീറോയും അവനും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്താ നിൻ്റെ പേരെന്ന് അവൾ ചോദിക്കും. അവൻ അടുത്ത് കാണുന്ന ഒരു മീനിനെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ മീനെന്നാണോ നിൻ്റെ പേരെന്ന് ചോദിക്കും. ശരി ഞാൻ നിന്നെ മീനെന്ന് വിളിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നുണ്ട്.
ഹീറോയിൻ തിരിച്ച് റൂമിലോട്ട് വരുമ്പോൾ അവൾക്ക് നിറയെ മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കി എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞാണ് മെസ്സേജ് ഇടുന്നതാണ്. അതായത് ഇവൾ 10 മാസം ലീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചേക്കാണ്. നമ്മുടെ ഹീറോ വന്നതും ഹീറോയുടെ അടുത്ത് ഇത് പറയാണ്. അപ്പോൾ ഹീറോയ്ക്കും ചിരിയാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ തള്ളി കൊണ്ടുപോയി വെച്ചിട്ട് പറയും, ശരി നീ അവർ പറഞ്ഞതിനെ ഓർത്താണ് നിനക്ക് വിഷമം വരുന്നത്. ശരി നമ്മൾ ആ പറഞ്ഞത് നമുക്ക് സത്യമായിട്ട് മാറ്റാം. ഒരു കുഞ്ഞിനെ അങ്ങ് പ്രസവിക്കാം, നമുക്ക് വളർത്താന്നേ, ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. വി എന്ന് പറയുന്ന മെസ്സേജ് അയച്ചു. അപ്പം നമ്മുടെ ഹീറോയിൻ ഒരു ഐഡിയ ഇടും, ശരി നമുക്ക് പുറത്ത് കഴിക്കാൻ പോയാലോ എന്ന്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഓഫർ തരുന്നതല്ലല്ലോ, എന്ത് പറ്റി, ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വാസം വരുന്നില്ല. നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ തോന്നാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, ഇത് അത്യാവശ്യം നല്ല പൈസക്കാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കും വില കൂടുതലായിരിക്കും, അല്ലാണ്ട് വേറൊന്നും കൊണ്ടിട്ടല്ല എന്ന് പറയും. ഇതേ ഹോട്ടലിൽ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റും ലീനയും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു സമയം എത്തുമ്പോൾ നമ്മുടെ ലീനയാണെങ്കിൽ ശരി ഞാൻ ഒന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിനാണെങ്കിലും ഞാൻ ഒന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ടും പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അയ്യോ നമ്മുടെ ഹീറോയിൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് വരും. നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ലീനേനെ ഓർത്തിട്ട് അവിടെ നിന്ന് എണീറ്റ് വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിയിടിക്കുന്നുണ്ട്. അത് ലീനയാണെന്ന് അസിസ്റ്റൻറ്റും അത് ഹീറോയിൻ ആണെന്ന് ഹീറോയിൻ വിചാരിച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് വരും. അപ്പോഴാണ് കാണുന്നത് അസിസ്റ്റൻ്റ് ഹീറോയാണ് ഹഗ് ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അവിടെ ഹീറോയിനും ലീനയും കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ വന്നത്. ഇത് നമ്മളുടെ ഹീറോയും അസിസ്റ്റൻറ്റും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീനയ്ക്ക് ഇത് ഓർത്ത് ചിരി വരുന്നുണ്ട്. അവൾ ചിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റും കാണുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റിന് മനസ്സിലാവും നീ എന്നെ യൂസ് ചെയ്യായിരുന്നു അല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു സ്ഥലത്തെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടെ അയാൾ ഇരിപ്പുണ്ടായിരിക്കും മാസ്ക് വെച്ച്. എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയണം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വില വലുതായിരിക്കും, നീ ഒത്തുവരെ കഷ്ടപ്പെടാതിരിക്കുന്നു എന്ന് മാസ്ക് വെച്ച് അയാളും പറയുന്നുണ്ട്. ശരി നീ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിനക്ക് അവസരം തരാമെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും അവനെ വെള്ളത്തിലോട്ട് തള്ളിയിടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ സ്വിമ്മിങ് അറിയില്ലല്ലോ. ഒരു ഘട്ടം എത്തുമ്പം അവനാണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമെങ്കിലും ആ സമയം നമ്മുടെ ഹീറോയിൻ അവൻ്റെ മാസ്കിനെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പോഴാണ് അത് നമ്മുടെ ലിന്നാണെന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ ലിന്നും പറയുന്നുണ്ട് നിനക്ക് ഒരു ചാൻസും തരാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ആ വെള്ളത്തിലോട്ട് അവളെ തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് ലിന്നാണെങ്കിൽ അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണിച്ച് നമ്മുടെ ലിന്നാണെങ്കിൽ അവൾ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും. അവളാണെങ്കിലും ശ്വാസം കിട്ടാതെ കിടന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണ് വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവളാണെങ്കിലും ഒരുപാട് കരഞ്ഞ് ആ പേടിയുടെ പുറത്ത് അവനെ ഹഗ് ചെയ്തിട്ട് കരയുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, നിനക്കെന്താ മരിക്കുന്നതിനെ പറ്റി പേടിയില്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ചിന്തയില്ലേ, ഞാൻ പിന്നെ നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെയൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും സോറി എന്ന് പറയും. പിന്നെ പറയും താങ്ക് യു. അപ്പോൾ അവനാണെങ്കിലും അവളെ പറ്റിയിട്ടുള്ള ടെൻഷനിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. നമ്മുടെ ലിന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. നമ്മുടെ ഹീറോയും അവിടെ പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് ആയിരിക്കും. അവരാണെങ്കിൽ ആ ഒരു പൈസ ഇരിക്കുന്ന ലോക്കറിൻ്റെ കീനെ എടുത്തിട്ട് തീക്കകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് പറയും അയ്യോ ഇനി എങ്ങനെ നമ്മൾ അത് പൈസ എടുക്കും, കീ പോയല്ലോ എന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ കോട്ടിനെ ഊരിയിട്ട് കൈനെ പൊതിഞ്ഞ് അത് വെച്ചിട്ട് ആ ഒരു തീക്കകത്ത് കൈയിട്ട് കീ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗാങ്സ്റ്റേഴ്സ് ആണെങ്കിലും അപ്പോൾ ഇവനാൾ കൊള്ളാമല്ലോ എന്നുള്ള രീതിക്ക് പേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വാഷ്റൂമിലോട്ടായിരിക്കും പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് അവനവൻ്റെ കയ്യിൽ മരുന്ന് വയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിനോടേക്ക് വരുന്നുണ്ട്. അയ്യോ നിൻ്റെ കൈക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവൾ ആ മരുന്ന് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ ഈ ജോലിയൊക്കെ നിർത്ത്, നമുക്ക് രക്ഷപ്പെടാൻ ഇനി സമയമുണ്ട്, നീ വേറെ ജോലി നോക്ക്, നമുക്ക് ഇനി അവസരമുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അതെ നീയും എല്ലാം വിട്, എന്നിട്ട് നന്നായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അതെങ്ങനെ പറ്റും, എനിക്ക് എൻ്റെ ചേച്ചിയെ കൊന്ന ആളെ കണ്ടുപിടിക്കണ്ടേ, അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണ്ടേ, എന്നെ അതുകൊണ്ട് നീ അങ്ങനെ പറയരുതെന്ന് പറയും. എന്നിട്ട് അവൾ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിലോ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല, നമ്മൾ ലവ് സക്സസ് ആക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോഴേക്കും അവൾ വീണ്ടും പറയും നമ്മളുടെ ലവ് ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ അവളുടെ വാ പൊത്തുന്നുണ്ട്. അവളാണെങ്കിൽ ആ കൈ മാറ്റിയിട്ട് പറയും ഞാൻ പറഞ്ഞത് ശരിയാണ്, നമ്മളുടെ ലവ് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന്. അതിനുശേഷം നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിന് ഫോണിലോട്ടൊരു മെസ്സേജ് വരും. ലിന്നായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക.
ഉണ്ടാവുക, നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അടുത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലിന്നിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ക്യാഷ്വലായിട്ടായിരിക്കും സംസാരിക്കാൻ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും നീ എന്ത് മനുഷ്യനാ, ഇത്രയും കാലം എന്നെ പറ്റിച്ചത് പോരെ, ഇപ്പോഴും നീ എന്തിനാ അഭിനയിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ലിന്നും പറയുന്നുണ്ട് ഞാൻ അഭിനയിക്കുന്നതല്ല, ഞാൻ ഇങ്ങനെയാണെന്ന്. അവൾ പറയും നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ, നിനക്ക് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ പോട്ടെ, നീ എന്തായാലും ഹീറോയോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന് പറയും. അപ്പോൾ അവൾ ഒരു മിണ്ടാതായിരിക്കും. അപ്പോൾ അവൻ പറയും നീ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് താങ്ങാൻ പറ്റത്തില്ല, കാരണം അവനെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിലും പറയും ഓ നിനക്കറിയാം നീ അവനെ ചതിക്കുകയാണെന്ന്, നിനക്ക് എങ്ങനെ സാധിക്കുന്നു, നീ അവൻ്റെ ആ ഒരു സ്നേഹത്തെയും ഇന്നസെൻസിനെയാണ് ഈ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലിൻ പറയും ഓ വെയിറ്റ്, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് ഹീറോയ്ക്ക് മാത്രമാണ് നിന്നോട് ഇഷ്ടമെന്ന്, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നീ അവനെ ലവ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. എന്തായാലും ഞാനാണ് വി എന്നുള്ള കാര്യം നീ ഹീറോയോട് പറയാൻ നിൽക്കണ്ട, ഇൻ കേസ് അവനത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ എന്തായാലും തീർത്ത് കളയുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ അവനെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ലിന്നാണെങ്കിൽ അവനെ വെച്ച് തന്നെ നമ്മുടെ ഹീറോയിന് പണി വരും എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒത്തിരി വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് അവളങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ ഗ്ലാസ് ഒരെണ്ണം തറയിൽ വീണ് പൊട്ടുന്ന അവൾ ശ്രദ്ധിക്കില്ല. എന്നിട്ട് അവൾ ഇറങ്ങി നടക്കുമ്പോൾ അവളുടെ കാലിലത് കുത്തിക്കയറി ഒത്തിരി ചോരയൊക്കെ വരും. ആ സമയം നമ്മുടെ ഹീറോ ആണ് വന്ന് അവളെ എടുക്കുന്നതൊക്കെ, എന്നിട്ട് മരുന്നൊക്കെ വെച്ച് കൊടുക്കും. ഇത് നിനക്ക് എന്താ ഇത്ര ശ്രദ്ധയില്ലേ, നിനക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ, നിന്നെ ആരെങ്കിലും ടെൻഷൻ ആക്കുന്നുണ്ടോ, നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കുക, നീ ഒറ്റയ്ക്ക് ഒരിടത്തും പോകല്ലേ, എൻ്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഞാൻ ഇരിക്കാം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഹീറോയിനെ ഉറക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ ആണെങ്കിലും ഭയങ്കര സങ്കടത്തായിരിക്കും. നമ്മുടെ ഹീറോയ്ക്ക് അത് കണ്ട് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ അടുത്ത ദിവസം നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് ലീവൊക്കെ എടുത്ത് റെഡി ആയിട്ട് വരും. എന്നിട്ട് ഇവരിങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വെക്കേഷൻ അല്ലേ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അവിടേക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് ലീനയും വരുന്നുണ്ട്. അവർ ചെറിയൊരു ട്രിപ്പിന് കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ലീനയുടെ അടുത്ത് മിണ്ടുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് കാരണം ഞാനാണ്, എന്നോടൊരു സോറി എന്നൊക്കെ പറയും. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയും ഇല്ല കുഴപ്പമില്ല, ഇവിടെ എന്നോട് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓ സോറിയോ, ഒരു പയ്യൻ്റെ അടുത്ത് ഒരു സോറി പറയാനോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ലീനയും പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആലോചിച്ചിട്ട് ശരി നമുക്കൊരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിൻ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. ടെന്നീസ് കോർട്ടിൽ എത്തിയതിന് ശേഷം അവർ ടീം ആവുന്നുണ്ട്. ടീമെന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞായിരിക്കും ടീമാകുക. അസിസ്റ്റൻറ്റിൻ്റെ കൂടെ നമ്മുടെ ഹീറോയിനായിരിക്കും ടീം വരിക, അതുപോലെ ഹീറോയുടെ കൂടെ ലീനയും. അങ്ങനെ അവരാണെങ്കിൽ ടീമായതിനു ശേഷം നമ്മളുടെ ആ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ചെവിയിൽ ഇപ്പോൾ ഒരു കാര്യം പറയും, എങ്ങനെയെങ്കിലും നിങ്ങൾ തോൽക്കണം, ഈ ഒരു ഗെയിമിൽ ജയിക്കരുതെന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും കളിച്ചു തുടങ്ങുന്നുണ്ട്. കളിച്ചു തുടങ്ങി നമ്മുടെ ഹീറോയിൻ്റെ ടീമിന് ഒരു പോയിന്റ് പോലും കിട്ടുന്നുണ്ടായില്ല. നമ്മുടെ ഹീറോയിൻ്റെ ടീമായിരിക്കും നല്ല പോയിന്റ് എടുത്തുകൊണ്ടിരിക്കുക. ഒരു വട്ടം എത്തുമ്പം നമ്മുടെ ലീന നമ്മുടെ ഹീറോയോട് ചോദിക്കും നിനക്ക് കളിക്കാനെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ടീമിന് അവർ മാർക്കെല്ലാം കിട്ടി ഒരു ഭയങ്കര സന്തോഷത്തിൽ അവൻ അവളുടെ ഹഗ് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻറ്റിനെ. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരും. അതിനുശേഷമുള്ള കളിയിൽ നമ്മുടെ ഹീറോയിൻ്റെ ടീമിന് ഒരു പോയിന്റ് പോലും കിട്ടുന്നുണ്ടാവില്ല. പോരാത്തതിന് അസിസ്റ്റൻ്റ് അദ്ദേഹത്ത് ചറപറ ബോൾ വന്ന് വീഴും. അസിസ്റ്റൻറ്റ് ചോദിക്കും സാർ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന്. നീ ഒന്നും ചെയ്തില്ല എന്ന് അവൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും നിന്നോട് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, നീ എന്ത് ചെയ്തു എന്ന്. അടുത്ത അന്ന് രാത്രി നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ കൺവീൻസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരന്ന് ഒന്നിച്ചായിരിക്കും കഴിയുക. അടുത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവൾ ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, ഉണന്നോ എന്നൊക്കെ നമ്മുടെ ഹീറോ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിയിട്ടായിരിക്കും ഇരിക്കുക. ഇവനിങ്ങനെ നോക്കുന്ന നമ്മുടെ ഹീറോയിന് പതിയെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവർ ഒന്നിച്ച് ഒരു കപ്പിൾസ് പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഹീറോ വന്ന് അവൻ്റെ റിംഗ് ഫിംഗറിൻ്റെ ആ ഒരു അളവൊക്കെ എടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റിംഗ് മേടിക്കാനായിരിക്കുമെന്ന് കരുതി ചിരിച്ചും കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിനാണെങ്കിലും അവളുടെ ചേച്ചിയുടെ പഴയ ഫോണിൽ ഓരോന്നും എടുത്ത് നോക്കുകയായിരിക്കും. ആ സമയം അവൾക്ക് അറിയാൻ പറ്റുന്നത് ചേച്ചി അവസാനമായിട്ട് പോയ ഒരു പ്രൈവറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ നമ്മുടെ ലിന്നും അവളുടെ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ എന്തായി അവളെടുത്തിരിക്കുന്ന ഈ ഫോട്ടോ? ഏറ്റവും ലാസ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോയാണ്. ഇതെന്താ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒത്തിരി ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അടുത്ത് നമ്മുടെ അസിസ്റ്റന്റിനെ കാണിക്കുമ്പോൾ അവൻ്റെ ബാറിലോട്ട് ലീനയും ബോസുമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ സമയം നമ്മുടെ ബോസ് ആ ഒരു വലിയൊരു പെയിൻറ്റിങ് ഒരു 10 കോടി രൂപയ്ക്ക് മേടിക്കാൻ നിൽക്കും. അത് കാണുമ്പോൾ നമ്മുടെ ലീനയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കാതെ ഇത്രയും ഒരു വലിയ എമൗണ്ടിന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അത് അസിസ്റ്റന്റ് പറയും, എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരം അഭിപ്രായം പറയും. നമ്മുടെ ഓഫീസിൽ വെക്കാനില്ല, ഇതെടുക്കണതിന് കുഴപ്പമില്ല. നമ്മൾ ലീന അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നീ എണീറ്റ് പോ, നീ ഇറങ്ങി പോന്ന് പറഞ്ഞ് ബോസ് അവളെ ഇറക്കി വിടുന്നുണ്ട്. ഇത് കാണാൻ നമ്മുടെ അസിസ്റ്റന്റിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ അവൻ്റെ കോട്ട് എടുത്തുകൊണ്ട് വന്ന് ആ ബോസിൻ്റെ തലയിൽ കൂടെ ഇട്ടിട്ട് അവനിട്ട് നിറച്ചടി അങ്ങ് കൊടുക്കുന്നുണ്ട്. അത് സെക്യൂരിറ്റി ഇവനെ പിടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോഴേക്കും അവിടേക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. ആ സമയം നമ്മുടെ അസിസ്റ്റന്റ് ലീനയുടെ അടുത്ത് പറയും, ചില സമയം ഞാൻ ഇങ്ങനെയാണ്, മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയും. നമ്മുടെ ലീനയാണെങ്കിൽ സെക്യൂരിറ്റിയെ കണ്ടതും ആ അസിസ്റ്റന്റിന്റെ കൈയിനെ പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത്. എന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ തിരിച്ച് അവളുടെ ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കും. പോകുന്ന സമയത്ത് അവളുടെ കൊലീഗ് അറിയാതെ വെള്ളം തട്ടി നമ്മുടെ ഹീറോയിൻ്റെ കാലിലോട്ട് വീഴുന്നുണ്ട്. അവളാണെങ്കിലും ആ വെള്ളം കുടയുന്ന സമയത്ത് അസിസ്റ്റന്റ് ശ്രദ്ധിക്കും അവൾക്കൊരു പാട് കാലിലുണ്ടായിരുന്നു. അത് കാണുന്നില്ല എന്നുള്ളത്. അതിന് മുന്നേ ഇവളുടെ സഹോദരൻ്റെ ദേഹത്ത് ഇതുപോലെ വെള്ളം വീണ സമയത്ത് ആ ഒരു പാടുണ്ടായിരുന്നത് അവൾ ഓർക്കും. അതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യും, പോയി മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും. മാനേജ്മെൻ്റ് ആണെങ്കിലും നീ ഒരു ഫ്രോഡ്, നിന്റെ ചേച്ചിയുടെ ഐഡൻറ്റിറ്റി ജീവിക്കുന്നത് തെറ്റാണ്, അവളാണെന്ന് പറഞ്ഞ് നീ കമൻറ്റ് ഓർക്കുകയാണ്, അവൾ മരിച്ചു പോയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒട്ടും പതറാതെ തന്നെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന്. അപ്പോൾ അവൾ പറയും, പിന്നെ നിൻ്റെ കാലിലുള്ള തഴമ്പ് എവിടെ? അപ്പോൾ അവൾ പറയും, അത് ഞാൻ സർജറി ചെയ്ത് മാറ്റി. അതിനുള്ള എവിഡൻസ് ആയിട്ട് അവൾ ആ സർജറി റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് ചോദിക്കും, ഓ അങ്ങനെയാണോ, നിൻ്റെ കാലിലുള്ള തഴമ്പ് നീ സർജറി ചെയ്ത് മാറ്റി, അപ്പോൾ നിൻ്റെ ഫിംഗർ പ്രിൻറ്റോ, അതെങ്ങനെ നീ സർജറി ചെയ്ത് മാറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ, എൻ്റെ ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നോ, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുക, അത് ഇല്ലീഗലല്ലേ, നിങ്ങൾക്ക് എങ്ങനെ അത് സാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ കളക്ട് ചെയ്തത് ഞങ്ങളല്ല, അവിടെ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോയും കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീ എൻ്റെ കൈയുടെ അളവെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് റിങ് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന്, പക്ഷെ നീ എന്നെ ഇങ്ങനെ ചതിക്കുകയായിരുന്നില്ലെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇതാണ് ഞാൻ, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പലതും ചെയ്യുന്നതെന്ന് നമ്മളെ ഹീറോ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നിന്നെ അവർ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ, നിന്നെ അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പം നമ്മുടെ ഹീറോ പറയും, ഇല്ല, ഇതാണ് ഞാൻ, എനിക്ക് അവർക്ക് വേണ്ടിയേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സൈലൻ്റായിട്ടൊന്നും പറയും, ശരി ഓക്കെ, എല്ലാം ഓവർ, ഇനി നമ്മൾ ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ ബ്രേക്കപ്പ് ആകുന്നതാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറയുന്നിടത്ത് കറക്റ്റ് നമ്മുടെ ഈ ഒരു എപ്പിസോഡോടെ കംപ്ലീറ്റ് ആവുകയാണ്. പോയ വിഷമത്തിലിരിക്കുന്ന ഹീറോ ആയിരിക്കും. അവനാണെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, അവളെ വെറുതെ വിട്ടേര്, അവൾ പോയിന്ന്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ വെച്ചിട്ട് നമ്മുടെ ലിന്നൊക്കെ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അവളെ കൊന്നുകളയും, അവളെ പെട്ടെന്ന് ഇവിടെ പറഞ്ഞയക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇതൊന്നും അറിയാതെയാണ് നമ്മളെ ഹീറോയിൻ അവിടെ നിന്ന് പിണങ്ങി പോയിട്ടുണ്ടാകുന്നത്. ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ തിങ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലോട്ട് വരുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ലീന വന്നിട്ട്, നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്, എന്തിനാണ് നീ ഇപ്പോൾ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അവൾക്കുണ്ടായ സംഭവങ്ങളും അവളുടെ ചേച്ചിയുടെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും, എങ്ങനെയെങ്കിലും ആ ഒരു പ്രൈവറ്റ് ക്ലബ്ബിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ ചേച്ചി അവിടെ വെച്ചിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാമായിരുന്നു. അവളൊരു ഫോട്ടോ വരെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടുപിടിക്കാതെ പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ ലീന പറയും, എൻ്റെ ഒരു ക്ലയൻറ്റ് അവിടെ സ്ഥിരം പോകുന്നതുണ്ട്, ഞാൻ വേണമെങ്കിൽ അയാളോട് സംസാരിക്കാം, നീ അയാളുടെ കൂടെ പോ, അപ്പോൾ അയാളുടെ കൂടെ ആകുമ്പോൾ നിനക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടുമല്ലോ. നമ്മുടെ ഹീറോ ആണെങ്കിലും അതൊരു നല്ല ഐഡിയ ആണെന്ന് കാണും. എന്നിട്ട് ലീന പോയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ അവളുടെ തിങ്സ് എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ ഷൂലേസ് അഴിയുന്നുണ്ട്. അവൾ എങ്ങനെ കെട്ടും എന്ന് ആലോചിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് അത് കെട്ടുന്നുണ്ട്. ഓ, നീ ഇപ്പോഴും നിൻ്റെ അഭിനയം നിർത്തിയില്ലേ, മതിയാക്കിക്കോ, ഇനി നീ എൻ്റെ അടുത്ത് അഭിനയിക്കേണ്ടതെന്ന് പറയും. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവളുടെ കാലിൽ ഷൂസിലേക്ക് കെട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ ചെവിയിലോട്ട് വന്നിട്ട്, നീ പെട്ടെന്ന് പൊക്കോ ഇവിടെ നിന്ന്, ഇനി ഇവിടെ തിരിച്ചു വരണ്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവൾ പെട്ടെന്ന് പോയാൽ അവളുടെ ആരോഗ്യം നല്ലത്, അവൾ ജീവൻ രക്ഷപ്പെടത്തില്ലേ, അതുകൊണ്ടാണ് ഹീറോ പറയുന്നത്. പക്ഷേ ഹീറോയിനത് മനസ്സിലാവത്തില്ല.
നമ്മുടെ ഹീറോയിൻ അന്ന് വൈകുന്നേരം തന്നെ അയാളുടെ കൂടെ നമ്മുടെ ഹീറോയിനും ആ ഒരു ക്ലബിലോട്ട് പോകുന്നുണ്ട്. ക്ലബിനകത്തുള്ള എൻട്രി കിട്ടുന്നുണ്ട്. എൻട്രി കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു മാസ്ക് വെച്ച ആളും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഹീറോയിൻ ആണെങ്കിലും അകത്ത് കയറി അവിടെ പോയതിന് ശേഷം ഏത് ഫ്ലോറിലായിരിക്കും ഫയലൊക്കെ വെച്ചിരിക്കുന്നതെന്ന് നോക്കാൻ പോകും. അപ്പോഴാണെങ്കിൽ അവിടുത്തെ സർവൻസ് ഒക്കെ പറയുന്നേക്കും, എന്തായാലും 4th ഫ്ലോറിൽ പോകാൻ പാടില്ല, അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ കേൾക്കും. അപ്പോൾ 4th ഫ്ലോറിലാണ് എല്ലാ ഫയൽസോടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും 4th കയറണമല്ലോ നമ്മുടെ ഹീറോയിൻ ആലോചിക്കും. പക്ഷെ അവിടെയൊക്കെ ആ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ കയറും എന്ന് ആലോചിച്ചിട്ട് അവളാണെങ്കിൽ 3rd ഫ്ലോറിലോട്ടായിരിക്കും പോവുക. ഇവിടെയാണെങ്കിൽ നമ്മുടെ മാസ്ക് വെച്ച ആളാണെങ്കിൽ ഓരോ സെക്യൂരിറ്റീസിനായിട്ട് ബോധം കെടുത്തിയിട്ടിട്ട് 4th ഫ്ലോറിലോട്ട് കയറുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ 3rd വന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റീസൊക്കെ ബോധം കെട്ട് കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു ഫ്ലോറിലോട്ട് കയറാൻ നോക്കും. അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറയുടെ റൂം നോക്കുമ്പോൾ എല്ലാ സെക്യൂരിറ്റീസും അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അയ്യോ ഇതെന്തൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി 4th ഫ്ലോറിലോട്ട് കയറുന്നുണ്ട്. ആ 4th ഫ്ലോറിൽ കയറി അവൾ അങ്ങനെ ആ ഒരു റൂമിനകത്തോട്ട് പോകുമ്പോഴേക്കും ചേച്ചിയുടെ ഫോണിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ അവളുടെ കണ്ണിൽ പെടുന്നുണ്ട്. ഈ ഫോട്ടോയ്ക്കകത്ത് എന്തോ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവൾ എടുക്കാൻ പോകുമ്പോഴേക്കും ആരോ ഒരു പരിചയമുള്ള ആൾ അതിലേ പോയതുപോലെ തോന്നും. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ വായിലോട്ട് പൊത്തുന്നുണ്ട്. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് വെച്ച ആളായിരിക്കും. സെക്യൂരിറ്റി നമ്മുടെ മാസ്ക് വെച്ച ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും നിന്റെ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ ഇല്ല എന്ന് ആ ഒരു മാസ്ക് വെച്ച ആൾ പറയുമ്പോഴും, ഞാനുള്ളപ്പോൾ നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു മാസ്ക് വെച്ച ആളെയും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ അവനെയും കൊണ്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. സെക്യൂരിറ്റീസ് കാണാതെ ഡാൻസ് കളിച്ച് മാറുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം. പക്ഷെ എന്ത് ചെയ്യാനാ, സെക്യൂരിറ്റീസ് മാസ്ക് വെച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും കാറിൽ കയറി ആ ഒരു മാസ്ക് വെച്ച ആളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് അവർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മാസ്ക് വെച്ച ആളുടെ തോളിൽ ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. അത് അവൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. ശരി പോകുന്നു, നീ സേഫ് ആയിട്ടിരിക്കുന്ന സൈൻ ലാംഗ്വേജ് കാണിച്ചിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് അവൻ്റെ ചെയിൻ ഒരെണ്ണം താഴെ വീഴുന്നത്. അത് നമ്മുടെ ഹീറോയിനെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു ഫോട്ടോ ഉണ്ടായിരിക്കും. ഇതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മാസ്ക് വെച്ച ആളാണെങ്കിലും അസിസ്റ്റൻ്റ് അടുത്ത് വന്നിട്ട് നമ്മുടെ മുറിവിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ചെയിൻ മിസ്സായ കാര്യം ആ ഒരു മാസ്ക് വെച്ച ആൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു ഫോട്ടോയിലുള്ളത് ആരാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയം അവൾ കണ്ടുപിടിക്കുന്നത് ഈ ലിങ്കിൻ്റെ കമ്പനിയിൽ വേഷിംഗ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയായിട്ട് ടൈപ്പിൽ ഒരു പ്രോജക്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിൽ നടത്തിയിരുന്ന ആളാണ് ഈ വേഷിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റ് വളരെ നഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലിങ്കിൻ്റെ കമ്പനി എന്ത് ചെയ്തു, എല്ലാം വേഷിംഗ് ആണ് ചെയ്തത്, അവൻ്റെ കമ്പനിയാണ് കാരണമെന്ന് പറഞ്ഞിട്ട് ആ പൈസയെല്ലാം വേഷിംഗ് ആണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ വേഷിംഗ് കള്ളനായിട്ട് മാറി. പോരാത്തതിന് വേഷിങ്ങിന് ഒരു മോനുണ്ട്, അവൻ്റെ പേര് ലൂയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അതിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസ്ക് വെച്ച പയ്യൻ്റെ പേരായിരിക്കണം ലൂയി എന്നവൾ അസ്യൂം ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അവൻ്റെ അച്ഛനെ ആ ഒരു കമ്പനിയിലുള്ളവർ ഇത്രയും ദ്രോഹിച്ചത് കൊണ്ടാണ് ഈ മാസ്ക് വെച്ച പയ്യൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ടും ആ ലോക്കറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യാണ്, ആ ഒരു ബാറിലോട്ട് പോകുന്നുണ്ട്. അവിടെ പോയപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്നു. എവിടെ പോയാലും നീ ഉണ്ടല്ലോ, നിനക്ക് ഇവിടെ നിന്ന് പോകാനായില്ലേ എന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവൻ ചോദിക്കും. എൻ്റെ കാര്യം നീ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു ലോക്കറ്റ് കൊടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ആ ഒരു മാസ്ക് വെച്ച പയ്യനാണെങ്കിലും വരുന്നുണ്ട്. ആ സമയം അവനോട് പറയുന്നുണ്ട്, നിന്റെ പപ്പേനെ അവർ ചോദിച്ചത് കൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയെ അവർ കൊന്നു, അതെനിക്ക് കണ്ടുപിടിക്കണം, നമ്മൾ ഒന്നിച്ച് ചെന്നാൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാമോ എന്ന് ചോദിക്കും. അവനാണെങ്കിലും ഒന്നിച്ച് നിൽക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫോണിൽ ചേച്ചിയുടെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. എൻ്റെ ചേച്ചി മരിക്കുന്നതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആണിത്, ഇതിനകത്ത് എന്തോ ഉണ്ട്, ഈ ഒരു ഫോട്ടോ ഞാൻ ആ പ്രൈവറ്റ് ക്ലബ്ബിലും കണ്ടു, അപ്പോൾ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. അപ്പം ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൈവറ്റ് ക്ലബ്ബിൽ പോയി ആ ഒരു ഫോട്ടോയുടെ അടുത്തെത്തുന്നുണ്ട്. അവിടെ പോയി നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു ഫോട്ടോയുടെ അകത്തുനിന്ന് ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോണാണ് അവൾ ഇതിനകത്ത് ഒളിച്ചു വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇതെന്താണെന്ന് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു സിറിഞ്ച് വന്ന് നമ്മുടെ ഹീറോയിൻ്റെ തോളിൽ കുത്തുന്നത് അതൊരു മയക്കുമരുന്ന് പോലെയാണ്. അത് അവൾ കൊടുത്തതും അവളാണെങ്കിൽ ബോധം കെടുന്നുണ്ട്. നമ്മുടെ ആ ഒരു മാസ്ക് വെച്ച പയ്യനും അവൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒളിച്ചിരിക്കാൻ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അവൾക്ക് ബോധം വരും. ആ സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അതിനകത്ത് ആ ഒരു ജി എന്ന് പറയുന്ന കമ്പനിയിൽ
പല പല റെക്കോർഡ്സ് ആയിരിക്കും വാങ്കിങ്ങിനുമായിട്ടുള്ള, അതായത് നമ്മുടെ ആ ഒരു മാസ്ക് വെച്ച പയ്യൻ്റെ പപ്പയുമായിട്ടുള്ള എല്ലാ കള്ള രഹസ്യങ്ങളും എല്ലാം അതിനകത്തുണ്ടായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നിൻ്റെ ചേച്ചിയെ രക്ഷിക്കാനുള്ള ഒന്നും കിട്ടിയില്ലെങ്കിൽ നിൻ്റെ പപ്പയുടെ സത്യാവസ്ഥ കാണിക്കാനുള്ള എല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്, ഇത് നമുക്ക് പോലീസിന് കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് അവൾ പറയും എനിക്ക് നന്നായിട്ട് തല കറങ്ങുന്നു, എനിക്കിപ്പോൾ ഒരുമാതിരി ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ മയങ്ങി വീഴുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലിനിനാണെങ്കിലും അവൻ്റെ ആ ഒരു പഴയ ഫോണ് ഓണായി എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഓ, അപ്പോൾ ആ ഫോണ് അവർക്ക് കിട്ടിയല്ലേ, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഫോണിൻ്റെ ലൊക്കേഷനിലോട്ട് വരുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പം നമ്മുടെ ആ ഒരു മാസ്ക് വെച്ച പയ്യനും ആ ഹീറോയിനും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് കാണും. അവളാണെങ്കിലും എനിക്കൊട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ ബോധം കെട്ട് വീഴുമ്പോൾ അവളുടെ കൈ കൊണ്ട് ആ മാസ്ക് ഊരുന്നുണ്ട്. ആ മാസ്ക് ഊരുന്നത് ആരാ? നമ്മളൊക്കെ വിചാരിച്ച പോലെ നമ്മുടെ ഹീറോ തന്നെയാണ്. ഹീറോയിൻ അത് ഹീറോ ആണെന്ന് കാണുന്നില്ല, പക്ഷെ മുകളിൽ നോക്കുന്ന നമ്മുടെ ലിന്നാണെങ്കിലേ അത് ഹീറോ ആണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവനായിരുന്നു അത് എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെയും കൊണ്ട് ആ ഒരു ബാറിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അവന് നമ്മുടെ ലിൻ മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ വരാം. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ സത്യമൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊന്നും വരുന്നില്ല, നിന്റെ മണിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിരുന്നു പറയും. അപ്പം നിനക്ക് വേണ്ടുന്ന തെളിവുകൾ വേണ്ടേ, അപ്പം നീ എൻ്റെ അടുത്ത് വാ എന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും എപ്പോഴത്തെ പോലെ ലിന്നെ കാണാൻ പോകുമ്പോൾ ഒരു ബോക്സ് ചോക്ലേറ്റും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അത് അവന് കൊടുക്കുന്നുണ്ട്. ഓ, നീ ഇത് മറന്നില്ല അല്ലേ, ശരി ഓക്കെ, നിനക്ക് എൻ്റെ ഫോൺ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി, നീ എനിക്ക് തിരിച്ചു തന്നേക്കും. നിനക്ക് ഇതാ നോക്കിക്കേ, ആ ഒരു വലിയ ബിൽഡിംഗ് കണ്ടോ, അതെൻ്റെ മെയിൻ സ്പോട്ടാണ് എൻ്റെ കമ്പനിയുടെ, അത് ഞാൻ നിനക്ക് തരാം. പോരാത്തതിന് നീ എത്ര കാശ് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ നിനക്ക് അതെല്ലാം തരാം, പക്ഷെ നീ എന്നെ വിട്ടു പോകരുതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ എന്തായി പറയണേ, നീയും നിൻ്റെ പപ്പയും എന്ത് മോശപ്പെട്ട ആൾക്കാരാണെന്നും നിങ്ങൾ എത്രമാത്രം ചതിയാണ് ചെയ്ത് കൂട്ടുന്നതെന്നും എനിക്കറിയാം, എന്നിട്ട് നിനക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ പറ്റുന്നു? നീയും വിനുഹയും ഒരുപോലെയാ, മണ്ടന്മാരാ, അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഒരു ടീമായിട്ടിരിക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ അവനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവനും പറയും, ആരും മണ്ടന്മാരെ, ഞങ്ങളല്ല, നീയാണ് ഞങ്ങളെ മണ്ടന്മാരാക്കിയത്, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു സ്നേഹിച്ചു, അതിനുള്ള ശിക്ഷയാണ് നീ തന്നേന്ന്. അപ്പം നമ്മുടെ ലിന്നും പറയുന്നു, ഓ, നിങ്ങൾ എന്നെ വിശ്വസിച്ചോ, അപ്പം നിങ്ങൾ എന്നോട് ചെയ്തതോ? അവളെ ചേച്ചിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ചേച്ചിയുടെ മരണത്തിന് മുന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നല്ലവളെ പോലെ അഭിനയിച്ചു. നീയോ, നീ നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം ആരാണ് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നോട് വന്നത്. നിങ്ങൾ ആരും എന്നോട് ആത്മാർത്ഥമായിട്ടല്ലല്ലോ ഇരുന്നത്, പിന്നെ ഞാൻ മാത്രം എന്തിനിരിക്കണം? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ചെയ്തൊന്നും തെറ്റല്ലാതാവത്തില്ല എന്ന് നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് അവിടെ ദേഷ്യത്തിൽ പോവും. ആ സമയം ലിന്നിനാണെങ്കിൽ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ ലിന്നിനെ നമ്മുടെ ഹീറോയിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും ലിൻ ഇത്രയും തകർന്ന് നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ ബാറിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പോൾ മാസ്ക് വെച്ച പയ്യൻ അവളുടെ അടുത്തുണ്ടായിരിക്കും. ഉടനെ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിലും അവനെ ഹഗ് ചെയ്തിട്ട് നീ എന്നെ വിട്ട് പോകല്ലേ, എൻ്റെ അടുത്ത് എന്നെ ഇരിക്കണമെന്ന് പറയും. ആ സമയം നമ്മുടെ ഹീറോ ഇവിടെ ഇരുന്നും കൊണ്ട് വീഡിയോയിൽ ഇത് കാണുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തുള്ളത് ആരാ? ലിന്നാണ്. അപ്പോൾ ആ മാസ്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ലിന്നാണെങ്കിലും ശരി ബാ, നമുക്ക് ആ ഫോണും കൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന് പറയാം. അപ്പം നമ്മൾ ഹീറോയിൻ ആണെങ്കിലും ശരി ശരി നമുക്ക് ഇപ്പോൾ തന്നെ പോവാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. കാറ് കൊണ്ടുവന്ന് അവർ വേറൊരു സ്ഥലത്തായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ സ്ഥലം കണ്ട് ഞെട്ടി അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവൾ ഓടി 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 നമ്മുടെ ആ ഒരു മാസ്ക് വെച്ച പയ്യനാണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റൂഫ് ടോപ്പിലെത്തും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എനിക്കറിയാം ഇത് നീ അല്ല എന്ന്. അപ്പോൾ നമ്മുടെ ആ ഒരു പയ്യനാണെങ്കിലും പറയും, നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഇല്ല, എൻ്റെ അടുത്ത് ഹീറോ ഇതുവരെ എൻ്റെ തോളിൽ തട്ടിയിട്ടില്ല, പക്ഷേ നീയാണെങ്കിൽ ഹഗ് ചെയ്ത സമയത്ത് തോളിൽ തട്ടി, അപ്പോൾ എനിക്കത് മനസ്സിലായിരുന്നു. എന്നിട്ട് ഓ, അപ്പോൾ എന്നെ നീ ഇത്ര നേരം മണ്ടനാക്കുമായിരുന്നല്ലേ എന്ന് പറയും. അവനാണെങ്കിൽ ഹീറോയെ ചാടി പിടിക്കാൻ നോക്കും, പൈ തട്ടി അവനാണെങ്കിൽ റൂഫിൽ നിന്ന് താഴെ വീഴാൻ പോകും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന പോലെ. ലിന്നാണെങ്കിൽ ആ സമയം അവൻ്റെ ലവറിന് ഓർമ്മ വരും. ഇവളെ ഇതെല്ലാം കണ്ടുപിടിച്ച സമയത്ത് ഈ കമ്പനീൻ്റെ തിരിമറിക്കെല്ലാം നീയും കാരണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവ ഒന്നും മിണ്ടില്ല. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പറയും, ഞാൻ എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് ഫേസ് ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നിൻ്റെ അച്ഛൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഒരു പരിഹാരം നീ തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമയം അവനാണെങ്കിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പം ലിന്നിനാണെങ്കിലും ഓ, നിന്നെ അവൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, ഇപ്പം നീയും എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിന്നിൻ്റെ കൈ ഇങ്ങനെ വിട്ടു പോകാൻ നിൽക്കും. അതോടെ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവാണ് ഫ്രണ്ട്. ഇനി ലിന്നാണെങ്കിൽ താഴെ വീഴാൻ പോകുമ്പോൾ ഹീറോയിനാണ് രക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ടിരിക്കുന്നതായിരിക്കും. ആ സമയം ഒരു കൈ വന്ന് അവനെ പിടിക്കുന്നുണ്ട്. ആരാ നോക്കി? നമ്മുടെ ഹീറോ. അങ്ങനെ ഹീറോയിനും കൂടെ ഒരുവിധം അവനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ കൂടെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്.
അപ്പോൾ അവൾ ചോദിക്കും, ആ മാസ്ക് ഇട്ടുകൊണ്ട് വന്നത് നീയല്ലേ? എനിക്കറിയാം അത് നീയാണെന്ന്. എന്താ എന്താ ശരിക്കും നടന്നത്, സത്യം പറയാന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയും പറയാൻ തുടങ്ങുന്നുണ്ട്, ആക്ച്വലി നമ്മുടെ ഹീറോയും നല്ല റിച്ച് ഫാമിലിയിലുള്ളതാണ്. അവൻ്റെ പപ്പയും ഒരു നല്ലവനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഈ ലിനിൻ്റെ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പിൽ ഒരു പ്രോജക്റ്റ് ചെയ്തു. അത് നല്ല ഫ്ലോപ്പായപ്പം നമ്മുടെ ഹീറോയുടെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ആ പൈസ എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന്. പക്ഷെ അവരാണെങ്കിൽ അതിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു കമ്പനിയിൽ ലിനിൻ്റെ കമ്പനിയുടെ പേര് വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോ, എല്ലാം ഞാൻ നിങ്ങളുടെ തലയിലാണ് വരിക എന്ന് പറഞ്ഞിട്ട് അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹീറോയുടെ പപ്പയ്ക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാകത്തില്ല. ഒരു ടൈം ആകുമ്പോൾ ഹീറോയുടെ അടുത്ത് നമ്മളുടെ വീടും എല്ലാം നമുക്ക് വിറ്റ് അവർക്ക് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, ഒന്നും പേടിക്കണ്ട, അപ്പം നമുക്ക് നോക്കാമെന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഹീറോയുടെ പപ്പയ്ക്ക് ഈ ഒരു ടെൻഷൻ താങ്ങാൻ പറ്റാതെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കടങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വീട് എല്ലാം വിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കട അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ബോഡി ഗാർഡായിട്ട് വർക്ക് ഏറ്റെടുത്തിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹീറോയിനെ പോലും ഹീറോ കാണുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവളും, ഓ ഇത്രയും കാലം നീ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചല്ലേ, ശരി ഓക്കെ, നീ എന്തിനാ ഈ കമ്പനി വന്ന് ജോയിൻ ചെയ്തത്? അത് പിന്നെ ഈ ഒരു കമ്പനിയായിട്ടാണ് പ്രോജക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇത് ജോയിൻ ചെയ്ത എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ ഉള്ള ഒരു വർക്കിലും എന്നെ അവർ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ലായിരുന്നു. എല്ലാത്തിനും എന്നെ അവോയ്ഡ് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നു ഓരോ ഒഴിവ് പറഞ്ഞ്. പക്ഷെ ഒരു ദിവസം നീ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ പല പല കാര്യങ്ങളിലും നിന്റെ പേരിൽ അന്വേഷിക്കാൻ ആരംഭിച്ചു. അവരുടെ പല സീക്രട്ട് ഏരിയസിലും എന്നെ വിട്ടതുമല്ല, അതെല്ലാം നീ വന്നതുകൊണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, ഓ അപ്പോൾ നീ എന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയായിരുന്നല്ലേ? എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ നിന്നെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിയില്ല. നീ എന്നെ ഒരു പ്രൊട്ടക്ഷൻ ഐഡിയ ആയിട്ട് യൂസ് ചെയ്യായിരുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവനും പറയും, അങ്ങനെ അല്ല, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഓ അപ്പോൾ നീ വിൻഷിങ്ങിൻ്റെ മോനാണെന്നുള്ള കാര്യം പോലും നീ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഈ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വായി പൊത്തിയിട്ട് അവനാണെങ്കിൽ കരയുവാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന്. അവൻ പിന്നെ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ ഹീറോ ആണെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്, ഹീറോ ഉറക്കം എണീക്കുമ്പോൾ ബെഡിൽ അവളില്ല. അവളാണെങ്കിൽ ഞെട്ടി നിൽക്കുക അവളിവിടെ പോയിന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പറയും, ആ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഒരിടത്തും പോയില്ല എന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായാലും അവൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയത്. ശരി, ഞാൻ കടയിൽ പോയിട്ടുണ്ടെന്ന് അവൾ പോകുന്നുണ്ട്. പോയി കടയിൽ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വന്ന് ലിനിൻ്റെ പപ്പയാണെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാൻ പറ്റാതെ നിൽക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ നല്ലവളല്ലേ, അതുകൊണ്ട് അവൻ്റെ ശത്രുവാണെന്ന് പോലും ചിന്തിക്കാതെ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള സമയത്തെങ്കിലും സാധനം വാങ്ങാൻ വരുമ്പോൾ പൈസ കൊണ്ടുവരണമെന്ന് പറയും. ഓ നീ ഒന്ന് പിറകോട്ട് നോക്കിയെന്ന് അവൻ പറയുമ്പോൾ നമ്മുടെ ലിനിൻ്റെ പപ്പയാണ് ഹീറോയിനെ കൊണ്ടുവരാനുള്ള ഗുണ്ടകളെയും വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇത് നമ്മുടെ ഹീറോയും വിളിച്ച് പറയും, എത്രയും പെട്ടെന്ന് ആ ഫോണും കൊണ്ടുവന്നാൽ നിനക്ക് അവിടെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ നമ്മളുടെ ഹീറോയിനെ ബോധമുള്ളപ്പോൾ കാണുകയാണ് നമ്മളെ. ആ സമയത്ത് നമ്മുടെ ആ ഒരു പപ്പയുടെ അടുത്തായിരിക്കും ഇരിപ്പുണ്ടായിരിക്കാം. ഓ നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, നിൻ്റെ ഫോൺ കൊണ്ടുവരട്ടെ, എന്നിട്ട് നിൻ്റെ ഹീറോയിനെ ഞാൻ വിടണോ വേണ്ടിയെന്നൊക്കെ ആലോചിക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഫോണും കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ഹീറോയിനെ കാണത്തില്ല. അവൾ എവിടെ തന്നെ ചോദിക്കും. അവളിപ്പോൾ ജീവനോടുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഫോണിലുള്ള ഡേറ്റയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറയും. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ലിനിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. അവൾ കാറിലിരിക്കും ഉറങ്ങിയായിരിക്കും. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പാവം പോലെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ എക്സിനെയാണ് ഓർമ്മ വരുന്നതല്ല. എന്നിട്ട് ആ സമയത്ത് അവനാണെങ്കിൽ അവൾക്കൊരു കിസ് കൊടുക്കുമ്പോഴേക്കും അവൾ ഉണരുന്നുണ്ട്. ഓ നിൻ്റെ അഭിനയമൊന്നും തീർന്നില്ലല്ലേ, മതിയാക്കിക്കൂടെ, എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്, എൻ്റെ ചേച്ചിയെ പറ്റിച്ചതും പോലെ ഇനി എന്തിനാ അഭിനയിക്കുന്നത്, മതിയാക്കെന്ന് പറയും. അപ്പം നമ്മുടെ ലിന്നാണെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ വരുന്ന കാണും. അപ്പം നമ്മുടെ ലിന്നാണെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹീറോയുടെ അടുത്തോട്ട് പോയിട്ട് കാറിൻ്റെ കീ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഓക്കെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഹീറോ ഓടിപ്പോയി കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറി കുറച്ച് സമയത്തിനകത്ത് തന്നെ കാർ സ്റ്റാർട്ട് പോലും ആക്കാതെ തന്നെ അത് റൺ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാറിനെ ലിനിൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ കാർ ഓടുന്നത്. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു കൊക്കയിൽ വീഴുന്ന പോലെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഹീറോയിനൊക്കെ മരിച്ചു പോയെന്ന്. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാറിൻ്റെ വെളിയിൽ ചാടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പീക്ക് എത്തുമ്പം നമ്മുടെ ലിന്നാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ഹഗ്ഗിട്ട് പറയും, ഞാൻ കാരണം എല്ലാം ഉണ്ടായത്, ഞാൻ അവൻ്റെ പപ്പയെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, എല്ലാം ഞാൻ കാരണം, നമ്മൾ എവിഡൻസ് പോയി, എല്ലാം പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കൊക്കെ കിടക്കുന്ന കാറിന് നമ്മുടെ ഹീറോയും കൂടെ കൊണ്ട് ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിക്കും. അപ്പോഴാണ് അവർ അറിയുന്നത് ആ ഒരു കാറിൻ്റെ സോഫ്റ്റ്വെയർ ഫോണിൽ ഇട്ടിട്ടുണ്ട്, ആ ഫോൺ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അവർക്ക് മനസ്സിലാവും ചേച്ചിയും ഇങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ചേച്ചിയുടെ കാറിൻ്റെ ബ്രേക്കിന് ഇങ്ങനെയായിരിക്കും അവൻ കട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നാണെങ്കിൽ പാസ്റ്റ് ഉണ്ടായ ഒരു കാര്യം ആലോചിക്കുകയായിരിക്കും. അവൻ്റെ ആ ഒരു ഫയലൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിലും ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹത്തോടെ തന്നെ അവളുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവൾ ആ ഫയൽ കണ്ടിട്ടുണ്ടാവില്ല എന്നായിരിക്കും നമ്മുടെ അലീൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫോൺ നോക്കുമ്പോൾ ഫോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ ഫോൺ എടുത്തു വന്ന്. അത് അവൾ ആവരുത് എന്ന് പറഞ്ഞ് നമ്മൾ അലീൻ ഒരുപാട് ആഗ്രഹിക്കുമെങ്കിലും അത് അവൾ തന്നെയായിരിക്കും ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ഫോണാണെങ്കിൽ നമ്മളുടെ ഇവൾ മനസ്സിലാക്കില്ല, കണ്ടുപിടിച്ചു വന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ഫ്രെയിമിനകത്ത് അവൾ ഒളിച്ചു വെച്ചിട്ടായിരിക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാകുക. ഇതെല്ലാം ഒരു CCTV കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ലിന്ന് അവളെ ആ കാറിലെ സോഫ്റ്റ്വെയർ വെച്ച് ബ്രേക്ക് കട്ട് ചെയ്യാൻ വിട്ട് കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ അവൻ ബ്രേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, എങ്കിലും അവൻ കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ പപ്പയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും, പപ്പ ഞാൻ അവർ രണ്ടുപേരും വെറുതെ വിട്ടു, എൻ്റെ കാമുകിയെ ഞാൻ വെറുതെ വിട്ടതുപോലെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പപ്പ പറയും, വെറുതെ വിട്ടോ? അപ്പോൾ അവൻ പറയും, എന്തിനാ പപ്പ അവളെ കൊന്നത്? നിങ്ങൾക്ക് പൈസ മാത്രം വേണോ അല്ലേ? എനിക്കറിയാം നിങ്ങളാണ് അവളെ കൊന്നതെന്നുള്ളത്. അപ്പോൾ അവൻ്റെ പപ്പയാണെങ്കിലും നിനക്കെല്ലാം മനസ്സിലായി അല്ലേ, ശരി ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? എപ്പോൾ നോക്കിയാലും പൈസ 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 എന്ന്. ഞാനൊരു നല്ലവനായിട്ടിരിക്കണം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഒരു ബാധ്യത ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അവളെ കൊന്നത്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ്റെ ചേച്ചിയെ കൊന്നത് ലിന്നല്ല, അവളെ പപ്പയാണ്. എന്നിട്ട് ഇവനാണെങ്കിലും റൂമിൽ പോയി കിടന്ന് ഒത്തിരി കരയുന്നുണ്ട്, ഒത്തിരി പല കാര്യങ്ങളും ഓർത്ത് കരയുന്നുണ്ട്. അപ്പോൾ അവനൊരു മെസ്സേജ് വരെ നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ മരിക്കുന്നതിന് മുന്നേ തന്നെ അയച്ചു വെച്ചെന്നൊരു മെസ്സേജാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്നെ കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടമായിരുന്നു, പിന്നെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, രാവിലെ കണ്ണു ഉറങ്ങുമ്പോഴും എല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നീ നല്ലവനല്ലെന്ന് ഞാൻ ഒരിക്കൽ മനസ്സിലാക്കി. നീ നിൻ്റെ പപ്പയും കൂടെ ചെയ്യുന്ന കള്ളങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് നിന്നെ ആ ഒരു രീതിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് നിന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നിനും സാധിച്ചില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ മെസ്സേജ് എല്ലാം കണ്ട് നമ്മുടെ ലിന്നാണെങ്കിൽ ഒത്തിരി കരയുന്നുണ്ട്. ഹീറോയിൻ കൂടെ ഒരു ദിവസം കാറിൽ പോയായിരിക്കും. ആ സമയം വേറൊരു കാറിൽ കുറച്ച് വന്നാൽ തട്ടിക്കൊണ്ടു. ഹീറോയിൻ കണ്ണൂർ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ലിൻ്റെ പപ്പയായിരിക്കും ഉണ്ടാവുക. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഹീറോ എവിടെ ചോദിക്കും. അവൻ ഈ സമയം മരിച്ചിട്ടുണ്ടാവും, അവനിനി കാണാൻ പോലും പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടം. എന്നിട്ട് പറയും, നിന്നെ എനിക്ക് കൊല്ലണം, പക്ഷെ ഒരു രീതിയിൽ നിന്നെ കൊല്ലാൻ ഞാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, നിന്റെ ഈ ബ്രെയിൻ നീയല്ലേ 6 മാസത്തിന് മുന്നേ നടന്ന ഒരു കാര്യങ്ങളും നിനക്ക് ഓർമ്മയില്ല, അതുപോലെ നിന്റെ ബ്രെയിനിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാം. അത് ഡോക്ടർ പെട്ടെന്ന് വരും, ഇവളുടെ ബ്രെയിനിലുള്ള എല്ലാ മെമ്മറീസും ഡിലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവൾക്കാണെങ്കിൽ ടെൻഷനാവും, എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മകൾ, എൻ്റെ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ഓർമ്മ, ഇതെല്ലാം പോകില്ലേന്ന്. അപ്പോഴേക്കൊരു ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ വരും. ഇല്ല വേണ്ടെന്ന് വിടെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അപ്പോൾ അവനാണെങ്കിലും വെയിറ്റ് ചെയ്യും, എന്നെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയിരിക്കും അത്. ഹീറോയിനെ കൊല്ലാൻ നോക്കിയവരെല്ലാം അടിച്ചിട്ടിട്ട് അവനാണ് ഡോക്ടറുടെ വേഷത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകും. നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പുറത്തിറങ്ങി കാറിലോട്ട് കയറും. അപ്പോഴേക്കും ഒരു ഗൺഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നോക്കും. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ലിൻ്റെ പപ്പയാണെങ്കിൽ മാസ്ക് വെച്ച് ഒരാളെ വെടിവെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ മാസ്ക് വെക്കുന്നത് നമ്മുടെ ഹീറോ അല്ലേ. അപ്പോൾ ആ മാസ്ക് വെച്ച് കിടക്കുന്ന ആരാന്ന് നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് നമ്മുടെ ലിന്നാണ് ആ ഒരു ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ട് ഈ താക്കോലിനെ ഹീറോയ്ക്ക് കൊടുക്കുന്നത്. അവർ പുറത്തിറങ്ങി അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് നമ്മളുടെ ലിൻ്റെ പപ്പ എന്നെ മനസ്സിലാക്കുന്നത് മോനാണെന്നുള്ളത്. അയാൾ അവിടെ ഇരുന്ന് ഒത്തിരി കരയുന്നുണ്ട്, മോനെ തന്നെ വെടിവെച്ചല്ലോ എന്ന്. ഹീറോയ്ക്കാണെങ്കിൽ ഒത്തിരി സങ്കടം. അങ്ങനെ അവരാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നമ്മുടെ ലിന്നിൻ്റെ പപ്പയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മുടെ ലീനയാണെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ട് അവിടത്തേക്ക് ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഞാനൊരു എംപ്ലോയി ആവാൻ റെഡിയാണ്, എല്ലാം ചെയ്യും, ഗുണ്ടയാവാനും പറ്റും, ഹൗസ് ക്ലീനിങ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയും. അടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ കല്യാണമൊക്കെ കഴിയുന്നുണ്ട്. അവർ അടിപൊളിയായിട്ടൊരു ഫാമിലി ലൈഫ് തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്, എന്തെങ്കിലും ജോലി ചെയ്യുന്ന പറയും. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ കുറേ ദിവസമായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാനുള്ളൊരു മൂഡില്ല എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാഴ്സൽ വരുന്നത്, അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു തൊപ്പി ഉണ്ടായിരിക്കും, പിന്നെ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഒന്നും അവസാനിച്ചില്ല, ഇനിയാണ് എല്ലാം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സസ്പെൻസോടുകൂടി നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രാമ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ അടുത്തൊരു ഡ്രാമ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡ്രാമാസ് എല്ലാം കമൻറ്റ് ചെയ്യുക. ഒത്തിരി കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും ചെയ്യുന്നില്ല, സബും ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അല്ലേ ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.